താങ്ക് യു. ഓക്കെ, താങ്ക് യു. ഓക്കെ അല്ലേ വോയിസ്? അതെ അതെ സാറേ, അതെ. ഓക്കെ. രാജുമേട എന്നെ പരിചയപ്പെടുത്തി. എന്റെ പേര് രതീഷ് എന്നാണ്. പുതുപ്പള്ളിയാണ് സ്ഥലം. കഴിഞ്ഞ ഒരു 3 മാസക്കാലമായിട്ട് മണിരായ എന്ന് പറയുന്ന ഈ ഒരു അവസരം, ഇന്ന് നിങ്ങൾ കേൾക്കാൻ പോകുന്ന ഈ ഒരു അവസരം വളരെ ആത്മാർത്ഥമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. നിങ്ങളെ പോലെ തന്നെ ഈ ഒരു അവസരം ഞാനും കേട്ടപ്പോൾ അതെന്താണ് എങ്ങനെയാണെന്ന് അത് അറിയാനും പഠിക്കാനും ശ്രമിച്ചത് കൊണ്ടാണ് ഇന്ന് ചുരുങ്ങിയ സമയം കൊണ്ട് എനിക്ക് നല്ലൊരു അച്ചീവ്മെന്റിലേക്കും അല്ലെങ്കിൽ നല്ലൊരു ടീമുമായിട്ടൊക്കെ യോജിച്ചു പോകാൻ സാധിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇന്നിവിടെ ഞാൻ പറയാൻ പോകുന്നത്, ഇന്ന് നമുക്ക് നിങ്ങളൊരു സുഹൃത്തിന്റെയോ ബന്ധുവിന്റെയോ ക്ഷണം സ്വീകരിച്ചിട്ടായിരിക്കും ഇന്ന് പല ആളുകളും ഈ ഒരു അവസരം കേൾക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്നത്. അപ്പം ഇതൊരു വെർച്വൽ പ്രോഗ്രാം അല്ലെങ്കിൽ ഒരു സൂം മീറ്റിംഗ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിലായതുകൊണ്ട് ചില കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആകാനോ അല്ലെങ്കിൽ എന്തെങ്കിലും നെറ്റിന്റെ എറർ കൊണ്ടോ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് നേരിടുന്നുണ്ടെങ്കിൽ അതിനെ ഞാൻ ക്ഷമ ചോദിക്കുന്നു. കാരണം ഇങ്ങനെ ഒരു പ്രോഗ്രാമിൽ ചിലപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടായാൽ നിങ്ങളെ ഇതിലേക്ക് കൊണ്ടുവന്ന അല്ലെങ്കിൽ നിങ്ങളെ ഇതിലേക്ക് എത്തിച്ച ആ വ്യക്തിയോട് തന്നെ അതിനെപ്പറ്റിയുള്ള സംശയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കണം. കാരണം ഞാൻ പറയാൻ പോകുന്ന ഒരു അവസരം എന്ന് പറയുന്നത് ഇന്ന് ലോകത്തിൽ തന്നെ ഏറ്റവും വലിയൊരു അവസരത്തെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പം ഈ ഒരു അവസരം നിങ്ങൾ വളരെ ക്ലിയറോടുകൂടി വ്യക്തമായിട്ട് ഇതിനെ മനസ്സിലാക്കാനും പഠിക്കാനും ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് ഈ കേൾക്കാൻ പോകുന്ന ഒരു ഇൻകം പ്ലാൻ എന്ന് പറഞ്ഞിട്ടാണ് നിങ്ങളെ പലരും ഈ ഒരു അവസരത്തിലേക്ക് ക്ഷണിച്ചിട്ടുള്ളത്. ഇപ്പൊ ഇൻകം പ്ലാൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത്. അതോടൊപ്പം കമ്പനിയുടെ പ്രൊഡക്റ്റുകളും കാര്യങ്ങളും ഞാൻ സംസാരിക്കും. അപ്പം ഇതിനെ വളരെ ക്ലിയറോടുകൂടി നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. ഹാപ്പിനെസ്, നമ്മൾ ഇതുപോലെ കുടുംബത്തോടൊപ്പം സന്തോഷമായിട്ടിരിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ് അല്ലെ? ഇങ്ങനെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ നമുക്കറിയാം, നമുക്ക് ആരോഗ്യത്തോടെ ഇരിക്കണം. അതോടൊപ്പം സാമ്പത്തികപരമായിട്ടും നമുക്ക് ഉന്നമനം ഉണ്ടായിരിക്കണം. ഈ 2 കാര്യങ്ങളും ചേർന്നിരിക്കുമ്പോഴാണ് നമ്മുടെ കുടുംബത്തോടൊപ്പം നമുക്ക് ഇങ്ങനെ സന്തോഷത്തോടെ ഇരിക്കാൻ സാധിക്കുന്നത്. ഇതിനു വേണ്ടി പല ആളുകളും ചെയ്യുന്നത് ജോബ് എന്ന് പറയുന്ന കാറ്റഗറിയാണ്. അതിനകത്ത് ഒരുപാട് കാറ്റഗറികളുണ്ട്. ഓരോരുത്തരും അത് അവരുടേതായ വിദ്യാഭ്യാസത്തിനും അല്ലെങ്കിൽ അവരുടേതായ നിലയ്ക്കും വിലയ്ക്കും അനുസരിച്ചിട്ടുള്ള ഓരോ ജോലികൾ ചെയ്തിട്ടാണ് അവരുടെ കുടുംബത്തെ സന്തോഷത്തോടെ ഇരുത്താൻ വേണ്ടിയിട്ട് പലപ്പോഴും പാടുപെട്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷെ പല ആളുകളും രണ്ടറ്റവും കൂട്ടുമുട്ടിക്കാൻ പാടുപെടുമ്പോൾ പല പ്രശ്നങ്ങളിലൂടെ അവർ കടന്നു പോകുമ്പോൾ അവരുടെ ആരോഗ്യത്തെ ഒരു കാരണവശാലും അവർക്ക് നോക്കാൻ പറ്റിയിട്ടുണ്ടാകത്തില്ല. മറ്റൊരു കാര്യം എന്ന് പറയുന്ന ചില ആളുകൾ ചെയ്യുന്നത് ബിസിനസ്സാണ്. ഇനി ബിസിനസ് എന്ന് പറയുമ്പോൾ നമ്മൾ കാണുന്ന ചെറിയ കട ഷോപ്പുകളോ ഇതോ അല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഒരു 500-600 പേർക്ക് മേളിൽ സ്റ്റാഫിനെ നിയന്ത്രിക്കാൻ പറ്റാവുന്ന ഒരു സംവിധാനവുമായിട്ട് അവർ ചെന്നില്ലെങ്കിലും, അവരവിടെ കട തുറന്നില്ലെങ്കിലും അല്ലെങ്കിൽ ആ ഷോപ്പിൽ അവർ ചെന്നില്ലെങ്കിലും അവർ ക്യാഷ് കൗണ്ടറിൽ കയറി ഇരുന്നില്ലെങ്കിലും ഒക്കെ അവരുടെ ബിസിനസ് അവരുടെ കാര്യങ്ങൾ റൺ ചെയ്യുന്നുണ്ടെങ്കിൽ, അവരുടെ അക്കൗണ്ടുകൾ ചലിക്കുന്നുണ്ടെങ്കിൽ അവരുടെ ലൈഫും സന്തോഷത്തോടെ ആയിരിക്കും അല്ലെങ്കിൽ ആരോഗ്യത്തോടെ ആയിരിക്കും. അപ്പം ഈ 2 കാറ്റഗറിയിലാണ് ഇന്ന് നമ്മളുള്ളത് അല്ലെ? ഒന്നെങ്കിൽ ബിസിനസ്സിലായിരിക്കാം അല്ലെങ്കിൽ ജോബിലായിരിക്കാം. ഇന്ന് ഈ ഒരു പ്രോഗ്രാമിലേക്ക് കയറിയേക്കുന്ന ഒരു 99% ആൾക്കാരും അല്ലെങ്കിൽ ഇതിലേക്ക് വന്നിട്ടുള്ള എല്ലാ ആളുകളും ഉറപ്പായിട്ടും ഞാൻ പറയുന്നു അവര് ജോബ് എന്ന് പറയുന്ന കാറ്റഗറിയിലായിരിക്കും. കാരണം അവരായിരിക്കും ഒരു അഡീഷണൽ ഇൻകത്തെ കുറിച്ച് ചിന്തിക്കുന്നതും പറയുന്നതും. അങ്ങനെയാണെങ്കിൽ ആ അഡീഷണൽ ഇൻകത്തെ കുറിച്ചാണ് ഇന്ന് നമ്മളിവിടെ സംസാരിക്കുന്നത്. ഇത് നമുക്ക് നൽകുന്ന കമ്പനി എന്ന് പറയുന്നത് മണിരായ എന്ന് പറയുന്ന ഒരു പവർഫുൾ ബിസിനസ് ഓപ്പർച്യൂണിറ്റി പ്ലാനുമായിട്ടാണ് നമ്മുടെ കമ്പനി എന്ത് ചെയ്തിരിക്കുന്നത്, നമ്മുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. ദ ക്യൂൻസ് ഓഫ് സെയിൽസ് എന്ന് പറയുന്ന ഒരു മുദ്രാവാക്യമായിട്ട് നമ്മുടെ മുന്നിലേക്ക് വന്നിരിക്കുന്ന മണിരായ എന്ന് പറയുന്ന ബാംഗ്ലൂർ ബേസ്ഡ് ആയിട്ടുള്ള കമ്പനിയാണ്. ഇദ്ദേഹമാണ് ഈ കമ്പനിയുടെ MD. അദ്ദേഹത്തിന്റെ പേര് നിതിൻ മഞ്ചപ്പ എന്നാണ്. ഫസ്റ്റ് ഇയർ തന്നെ കഴിഞ്ഞ ഒരു 1 ഇയർ കൊണ്ട് തന്നെ ലാസ്റ്റ് ഇയറിൽ തന്നെ നമുക്ക് 2 അവാർഡുകൾ നമ്മളെ തേടിയെത്തി. പ്രസ്റ്റീജ് ആയിട്ടുള്ള 2 അവാർഡുകൾ. ഒന്ന് ബെസ്റ്റ് ആയുർവേദിക് സ്റ്റാർട്ടപ്പ് എന്ന് പറയുന്ന ഒരു അവാർഡും കൂടാതെ ബെസ്റ്റ് ചേഞ്ച് മേക്കർ ഇൻ കോർപ്പറേറ്റ് ബിസിനസ് സെക്ടർ എന്ന് പറയുന്ന 2 അവാർഡുകൾ നമ്മളെ തേടിയെത്തി. ഫസ്റ്റ് ഇയറിൽ തന്നെ ഒരു 5 കോടി രൂപയ്ക്ക് മേളിൽ വിറ്റുവരവും അതിൽ 2.5 കോടി രൂപയും ഈ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളിലേക്ക് നൽകാൻ കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട്. മാത്രമല്ല ഒരു 175 ലക്ഷാധിപതികളെ ഫസ്റ്റ് ഇയറിൽ തന്നെ സൃഷ്ടിക്കാനും കമ്പനിക്ക് കഴിഞ്ഞു. വലിയൊരു അച്ചീവ്മെന്റ് തന്നെയാണ്. കാരണം നമുക്ക് 70-ലധികം റിസർച്ച് ഓറിയന്റഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകളുണ്ട് ഈ കമ്പനിയിൽ. 100% ലീഗലായിട്ട് പ്രവർത്തിക്കുന്ന മണിരായ എന്ന് പറയുന്ന കമ്പനിക്ക് ഈ കഴിഞ്ഞ ദിവസം, അതായത് 2025 ഡയറക്ട് സെല്ലിംഗ് കമ്പനി ഓഫ് ദ ഇയർ എന്ന് പറയുന്ന ഒരു അവാർഡും കൂടെ നമ്മളെ തേടിയെത്തിയിട്ടുണ്ട്. അത് നമുക്ക് പ്രൗഡോടെ എടുത്തു പറയാൻ പറ്റാവുന്ന
ഭാരത് ഡയറക്ട് സെല്ലിംഗ് ഐക്കോൺ സബ്മിറ്റ് എന്ന് പറയുന്ന അവാർഡ് നമ്മളെ തേടി എത്തിയത് ഏറ്റവും ബെസ്റ്റ് കമ്പനി അല്ലെങ്കിൽ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു സിസ്റ്റം മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു കമ്പനി എന്നുള്ള നിലയിൽ തന്നെയാണ്. അതുപോലെ ഇത്തരത്തിലൊരു കമ്പനി ഇന്ത്യയിൽ പ്രവർത്തിക്കണമെങ്കിൽ പ്രത്യേകിച്ച് കേരളത്തിന് അതിൻ്റെതായ ഒരു റെഗുലേറ്ററി നിയമം കൂടിയുണ്ട്. ഈ നിയമത്തിന്റെയും ചട്ടക്കൂടിന്റെയും ഉള്ളിൽ നിന്നാണ് ഇന്ന് ഇവിടെ പല കമ്പനികളും ഇന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്ന് മണിരായ എന്ന് പറയുന്ന നമ്മുടെ കമ്പനിക്ക് ലീഗലായിട്ടുള്ള എല്ലാ സർട്ടിഫിക്കേഷനും പക്കാക്കിക്കൊണ്ടാണ് നമ്മുടെ കമ്പനി കേരളത്തിലും റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കമ്പനിയുടെ പ്രൊഡക്റ്റുകൾ നോക്കുവാണെങ്കിൽ 15ലധികം ഹെർബൽ പേഴ്സണൽ കെയർ ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ നമുക്ക് നിലവിലുണ്ട്. കൂടാതെ 30ലധികം ഫുഡ് സപ്ലിമെന്റുകൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഇന്ന് നമ്മൾ ആഹാരം കഴിച്ചാൽ ആഹാരത്തിലൂടെ പണ്ട് കാലങ്ങളിൽ നമുക്ക് നല്ല ആഹാരം കിട്ടുമായിരുന്നു, നമുക്ക് ആരോഗ്യത്തോടെ ഇരിക്കാൻ പറ്റുമായിരുന്നു. പക്ഷെ ഇന്ന് നമുക്ക് നല്ല ആഹാരം എന്ന് പറയുന്നത് ടേസ്റ്റ് ഉള്ള ആഹാരമാണ്. പക്ഷെ ഇന്ന് ആഹാരത്തിലൂടെ നമുക്ക് പലപ്പോഴും നമുക്ക് കിട്ടേണ്ട മിനറൽസുകളും അല്ലെങ്കിൽ പോഷക ഘടകങ്ങളും ഒന്നും നമുക്ക് കിട്ടാതെ വരുമ്പോൾ അതിനെ ഇന്ന് പല ആളുകളും ആശ്രയിക്കുന്നത് ഇതുപോലെയുള്ള സപ്ലിമെന്റുകളിലൂടെയാണ്. അപ്പം ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ആയുർവേദിക് ഉൽപ്പന്നമായിട്ടുള്ള സപ്ലിമെന്റുകൾ നമുക്കുണ്ട്. അതിന്റെ ഓരോ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം അത് എന്തിനുള്ളതാണ്. ഹാർട്ട് കെയർ ആയിട്ടും തൈറോഷീൽഡ് ആയിട്ടും അതുപോലെ പൈൽസ് കെയർ ആയിട്ടും ഡയബറ്റിക് കെയർ പ്ലസ് ആയിട്ടും അതുപോലെ മോർണിംഗ് ഫ്രഷ് ചൂർണമായിട്ടും അതുപോലെ ട്രിപ്പിൾ സ്റ്റം സെൽസ് ആയിട്ടും ഒക്കെ നമുക്ക് നിരവധി പ്രൊഡക്റ്റുകൾ 30ലധികം പ്രൊഡക്റ്റുകൾ ഇന്ന് നമുക്ക് ചുറ്റുമുണ്ട്. അതോടൊപ്പം വൃക്ഷ ആയുർവേദ അഗ്രികൾച്ചറൽ പ്രൊഡക്റ്റുകൾ ഇന്ന് നമുക്കറിയാം, കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ന് ഒരുപാട് മണ്ണിന്റെ ഘടന നഷ്ടപ്പെട്ടു, വിളവ് കുറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കൃഷി എന്ന് പറയുന്നത് ഇന്ന് നമ്മുടെ പാരമ്പര്യമായിട്ടുള്ളതാണെങ്കിൽ പോലും പല ആളുകളും അതിനെ വിട്ടുകളയുകയുണ്ടാകുന്നുണ്ട്. ഇങ്ങനെ ഒന്ന് വരുമ്പുന്ന സമയത്ത് നമുക്ക് ഇന്നുണ്ടാകുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന കീടനാശിനികളും വളപ്രയോഗങ്ങളും മണ്ണിന്റെ ഘടനയെ തന്നെ എന്ത് ചെയ്യുന്നു, നഷ്ടപ്പെടുത്തുന്നു. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ വിളവൊക്കെ കുറയാനൊക്കെ കാരണം. അപ്പം മണ്ണിന് ഒരു ആയുർവേദ ട്രീറ്റ്മെന്റ് കൊടുത്തുകൊണ്ട് മണ്ണിന്റെ ഫലപുഷ്ടമായ മണ്ണിന്റെ ആ സ്വാഭാവിക ഘടനയെ തന്നെ തിരികെ കൊണ്ടുവരാൻ പറ്റാവുന്ന ഒരുപാട് ഉൽപ്പന്നങ്ങൾ നമ്മുടെ മണിരായിലുണ്ട്. ഈ ഉൽപ്പന്നങ്ങൾ വളരെ വലിയ റിസൾട്ടുകൾ കഴിഞ്ഞ് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ നിങ്ങൾക്ക് വീഡിയോ സഹിതം ഒരുപാട് റിസൾട്ടുകൾ അടക്കം നമ്മുടെ ഗ്രൂപ്പുകളിലും അല്ലെങ്കിൽ നമ്മുടെ ആളുകൾ പറഞ്ഞുമൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. കാരണം അത്രമാത്രം റിസൾട്ട് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് വൃക്ഷ ആയുർവേദ അഗ്രികൾച്ചറൽ പ്രൊഡക്റ്റ്. മറ്റൊന്നെന്ന് പറയുന്നത് 10ലധികം ഹെയർ കെയറും സ്കിൻ കെയറുമായിട്ടുള്ള പ്രൊഡക്റ്റുകൾ ഇന്ന് നമ്മൾ ഡേ ടു ഡേ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ വീട്ടിലുള്ള ലേഡീസ് ആണെങ്കിലും അല്ലെങ്കിൽ മുടി കൊഴിച്ചിലിനും അതുപോലെ ആന്റി ഡാൻഡ്രഫ് ഷാമ്പു ആയിട്ടും ആന്റി ഡാൻഡ്രഫ് സിറം ആയിട്ടും അതുപോലെ ഫേസ് വാഷ് ആയിട്ടും ഡിഷ് മോയ്സ്ചറൈസർ ആയിട്ടും അതുപോലെ വിറ്റാമിൻ സി സിറം ആയിട്ടും ഒക്കെ നമുക്ക് നമ്മുടെ കമ്പനിയിൽ അവൈലബിൾ ആണ്. ഇത് നമുക്ക് ശരീരത്തിന് ഒരു സൈഡ് എഫക്റ്റും ഇല്ലാത്ത ആയുർവേദ ഉൽപ്പന്നങ്ങളാണ്. മറ്റൊന്നെന്ന് പറയുന്നത് ഇന്ന് സ്ത്രീകൾ ഉപയോഗിക്കുന്ന മെൻസസ് പീരീഡിലൊക്കെ ഉപയോഗിക്കുന്ന പാടുകളാണ്. ഇന്ന് നമുക്ക് മാർക്കറ്റിലൊക്കെ കിട്ടുന്ന ഒട്ടുമിക്ക കമ്പനികളും, ഏത് കമ്പനിയെന്ന് ഞാൻ പറയുന്നില്ല, ഒട്ടുമിക്ക കമ്പനികളുടെയും അതിന്റെ കോട്ടണുകളും അല്ലെങ്കിൽ അതിന്റെ പ്ലാസ്റ്റിക്കും ഒക്കെ ശരീരത്തിന് ഹാനികരമാകുന്നുണ്ടെങ്കിൽ, പക്ഷെ നമ്മൾ പുറമെ ഉപയോഗിക്കുന്ന ഡ്രസ്സുകൾ എത്ര വില കൂടിയത് നമ്മൾ വാങ്ങിച്ചിടാനും നമ്മൾ റെഡിയാണ്. പക്ഷെ ഉള്ളിൽ ഉപയോഗിക്കുന്ന നമ്മുടെ ശരീരത്തിനോട് ഇന്നറിൽ ചേർത്ത് വെക്കുന്ന പല പ്രൊഡക്റ്റുകളും അല്ലെങ്കിൽ നമ്മളതിന് വളരെ വില കുറഞ്ഞ കാര്യങ്ങളിലേക്കൊക്കെ നമ്മൾ പോകാറുണ്ട്. പക്ഷെ അവിടെ നമ്മൾ ഏറ്റവും സേഫ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റാവുന്ന ഹൈജീനിക് ആയിട്ടുള്ള മെൻസസ് പാഡുകൾ നമ്മുടെ കമ്പനിക്കുണ്ട്. അതുപോലെ ഡയറ്റ് ബാലൻസ്ഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ, ഇത് മെലട്ടോൺ, ആൽക്കലൈൻ, അതുപോലെ വൈറ്റമിൻ D3, വൈറ്റമിൻ ഡ്രോപ്സുകൾ, ഇതൊക്കെ നമ്മുടെ ശരീരത്തിൽ ലിക്വിഡ് രൂപത്തിലായതുകൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ ശരീരത്തിലേക്ക് അബ്സോർവ് ചെയ്യാൻ സാധിക്കും. കാരണം നമ്മൾ ഗുളിക കഴിച്ചാൽ ഗുളികയ്ക്ക് സൈഡ് എഫക്റ്റ് ഉണ്ടാകും. മാത്രമല്ല അതിന്റെ നമ്മുടെ ശരീരത്തിലേക്ക് അബ്സോർവ് ചെയ്യുന്ന ആ ഒരു അളവില് വളരെ കുറവായിരിക്കാം. പക്ഷെ ഇത് നമുക്ക് വെള്ളത്തിൽ ആഡ് ചെയ്ത് ആയുർവേദമായതുകൊണ്ട് നമുക്ക് സൈഡ് എഫക്റ്റ് ഒന്നുമില്ല. നമുക്ക് ശരീരത്തിന് എപ്പോ നോക്കിയാലും ബ്ലഡിൽ നോക്കിയാൽ വൈറ്റമിൻസിന്റെ അഭാവം നമുക്ക് ഉണ്ടാവാം. അതിനെ നമുക്ക് നിയന്ത്രിക്കാൻ ഇതുപോലുള്ള ഡയറ്റ് ബാലൻസ്ഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ നമ്മുടെ കമ്പനിക്ക് അവൈലബിൾ ആണ്. മാത്രമല്ല 10ലധികം ഹോം കെയർ ആൻഡ് ക്ലീനിങ് സൊല്യൂഷൻ, സോപ്പ്, പേസ്റ്റ്, ടൂത്ത് ബ്രഷ്, ലിക്വിഡ് സൊല്യൂഷൻ അല്ലെങ്കിൽ ക്ലീനിങ് സൊല്യൂഷൻ, ഇങ്ങനെ വരുന്ന ഒരുപാട് ഉൽപ്പന്നങ്ങൾ നമ്മുടെ കമ്പനിക്കുണ്ട്. ഇത് നമ്മൾ ഡേ ടു ഡേ എല്ലാ ദിവസവും ഉപയോഗിക്കുന്ന ഉൽപ്പന്നങ്ങളാണ്. ഇത് ഉപയോഗിക്കുമ്പോൾ നല്ല ഉൽപ്പന്നമാണെങ്കിൽ നമുക്ക് വീണ്ടും നമുക്ക് ഇവിടുന്ന് വാങ്ങാനും അതുവഴി വാങ്ങുമ്പോൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ എന്ത് ചെയ്യും, അത് തീർന്നു പോകും. വീണ്ടും നമുക്ക് വാങ്ങാൻ പറ്റാവുന്ന വാങ്ങുമ്പോൾ നമുക്ക് അതുവഴി കിട്ടുന്ന ഒരു ബെനിഫിറ്റുമാണ് ഇന്ന് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ മാഗ്നറ്റിക് തെറാപ്പിയിൽ വരുന്ന പ്രൊഡക്റ്റുകൾ, ഇന്ന് സൗത്ത് ഇന്ത്യൻ ടീം എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ മാഗ്നറ്റിക് തെറാപ്പി എന്താണെന്ന് കേരള ജനതയിലെ ഒരുപാട് ആളുകളെ സൗത്ത് ഇന്ത്യൻ ടീം നമ്മളെ അത് പഠിപ്പിച്ചിട്ടുണ്ട്. എന്താണ് മാഗ്നറ്റിക് തെറാപ്പി?
ഇന്ന് കേരളത്തിൽ ആയുഷ് മന്ത്രാലയത്തിന്റെ കീഴിൽ വരുന്ന ഈ ഒരു ചികിത്സാ രീതി എന്താണെന്ന് വളരെ കൃത്യമായിട്ട് ആളുകൾക്ക് ഒരു ബോധ്യം വരുത്തി തന്ന ഒരു ടീം തന്നെയാണ് നമ്മളെ ഇന്ന് നയിച്ചുകൊണ്ടിരിക്കുന്ന സൗത്ത് ഇന്ത്യൻ ടീം എന്ന് പറയുന്ന ഓർഗനൈസേഷൻ. ആ ഓർഗനൈസേഷനിൽ ഒരുപാട് വ്യക്തികൾ ഇന്ന് ഈ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിക്കുക വഴി, അല്ലെങ്കിൽ ആ ഉപയോഗിച്ച ആ അനുഭവം മറ്റുള്ളവർക്ക് പങ്കുവെക്കുക വഴി ഇന്ന് ഒരുപാട് ആളുകൾ ഈ മാഗ്നറ്റിക് തെറാപ്പി എന്താണെന്ന് നല്ലവണ്ണം മനസ്സിലാക്കിയിട്ടുണ്ട്. ഞാൻ ഇന്ന് പ്രൊഡക്റ്റുകളെ കുറിച്ച് കൂടുതലായിട്ടൊന്നും സംസാരിക്കുന്നില്ല, കാരണം ഇന്നത്തെ നമ്മുടെ വിഷയം തന്നെ എന്ന് പറയുന്നത് ഇൻകം പ്ലാൻ ആണ്. അതിൽ മാഗ്നറ്റിക് തെറാപ്പിയെ കുറിച്ച് എന്നാലും പറയാതെ വയ്യ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊരു നാച്ചുറോപ്പതിയിൽ വരുന്ന ഒരു ഉൽപ്പന്നമാണ്. 100% നാച്ചുറോപ്പതിയാണ്. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് നിയോഡൈമിയം N35 എന്ന് പറയുന്ന ഗ്രേഡ് ഉള്ള ഒരു ബയോ മാഗ്നറ്റ് ആണ്. ഇത് ഭൂമിയിൽ നിന്നാണ് മൈൻ ചെയ്തെടുക്കുന്നത്. ഇങ്ങനെ മൈൻ ചെയ്തെടുത്ത ഉൽപ്പന്നം നമുക്ക് ഇങ്ങനെ ഓരോ പ്രൊഡക്റ്റുകളിൽ കമ്പനി അത് സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഈ പ്രൊഡക്റ്റുകൾ നമുക്ക് നമ്മുടെ സമയത്തിനനുസരിച്ച്, അല്ലെങ്കിൽ ഇതിനു വേണ്ടിയിട്ട് നമ്മളൊരു സമയം കണ്ടെത്തണ്ട. കടന്നുറങ്ങുന്ന സമയത്ത് മാട്രസും പില്ലോപ്പാടും നമുക്ക് ഉപയോഗിക്കാം. ഇതിൽ വെച്ചിരിക്കുന്ന മാഗ്നറ്റുകൾ നമ്മുടെ ശരീരമായിട്ട് കണക്റ്റഡ് ആകുമ്പോൾ ഈ ശരീരത്തിലൂടെ ബ്ലഡ് സർക്കുലേഷൻ എന്ന് പറയുന്നത് വളരെ പ്രോപ്പറായിട്ട് നടക്കാൻ ഇത് കാരണമാക്കി തരും. കാരണം ഇന്ന് നമ്മുടെ ശരീരത്തിൽ രോഗാവസ്ഥ എന്ന് പറയുന്നത് ഇതൊരു രോഗത്തിനുള്ള ഒരു മെഡിസിൻ അല്ല. പക്ഷെ രോഗം നമ്മളിലേക്ക് എത്തപ്പെടാനുള്ള ഒരു പ്രധാന കാരണം നമ്മുടെ ശരീരത്തിലെ സെല്ലുകൾ നശിക്കുന്നതും, ആ സെല്ലുകൾ നശിക്കുമ്പോൾ അവയവങ്ങളിലെ ഫങ്ഷനുകൾ നിലയ്ക്കുന്നതും, ആ അവയവങ്ങൾക്ക് കേടുപാടുകൾ ഉണ്ടായാൽ നമുക്ക് രോഗാവസ്ഥയും വരും. പക്ഷെ ഈ അവയവങ്ങൾ ഹെൽത്തി ആയിട്ടിരിക്കണമെങ്കിൽ നമ്മുടെ സെല്ലുകൾക്ക് വേണ്ടുന്ന ഓക്സിജൻ, വെള്ളം, ന്യൂട്രീഷൻ, ഈ 3 കാര്യങ്ങളും പ്രോപ്പറായിട്ട് എല്ലാ കോശങ്ങൾക്കും ഒരുപോലെ എത്തിക്കണം. ആ എത്തിക്കുന്ന ഡ്യൂട്ടി നമ്മുടെ ബ്ലഡിന്റെയാണ്. ബ്ലഡ് സർക്കുലേഷൻ പ്രോപ്പർ അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിലെ പല ഫംഗ്ഷനുകൾക്കും എന്ത് ചെയ്യും, തടസ്സങ്ങൾ നേരിടാം. പക്ഷെ ബ്ലഡ് സർക്കുലേഷൻ പ്രോപ്പർ ആകാണ്ടിരിക്കാൻ ഒരു പ്രധാന കാരണം നമ്മുടെ ഏജ് കൂടുമ്പോഴാണ്. അതുപോലെ തന്നെ നമ്മുടെ ഞരമ്പുകളിൽ ബ്ലോക്കേജ് വരാം, നമ്മുടെ ബ്ലഡിലെ ഹീമോഗ്ലോബിന്റെ അളവ് കൂടാം, കുറയാം. ഈ സാഹചര്യങ്ങളിലൊക്കെ ബ്ലഡിന്റെ തിക്നെസ് കൂടാനും കുറയാനും ഒക്കെ സാഹചര്യം ഉണ്ടാകാറുണ്ട്. ഈ സമയങ്ങളൊന്നും നമുക്ക് അറിവുണ്ടാവില്ല. കാരണം നമ്മുടെ ഉള്ളിൽ നടക്കുന്ന ഈ ഒരു പ്രവർത്തനം നമുക്ക് ഒരു കാരണവശാലും അറിയത്തില്ല. ഇന്ന് ഒരുപാട് ആളുകൾ കുഴഞ്ഞു വീണവർ മരിക്കുന്നുണ്ട്. ഇന്ന് കോവിഡിന് ശേഷം ദൈർഘ്യം വരെ 2 വയസ്സ് നമുക്ക് കുറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ പത്രങ്ങളിലൊക്കെ വായിച്ചതാണ്. ഇതിനൊക്കെ പ്രധാന കാരണം ബ്ലഡ് സർക്കുലേഷനുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് ഈ കാര്യങ്ങളൊക്കെ നമ്മളിലേക്ക് എത്തപ്പെടുന്നത്. അപ്പൊ ഈ കുഴഞ്ഞു വീണുള്ള മരങ്ങൾ പോലും നമുക്ക് ഉണ്ടാവാതിരിക്കാൻ ഈ പ്രൊഡക്റ്റ് നമ്മൾ എന്ത് ചെയ്താൽ മതി, ഒന്ന് ചേർത്ത് വെച്ച് ഉപയോഗിച്ചാൽ മതി. ഇത് ഉള്ളിലോട്ടൊന്നും കഴിക്കേണ്ട, പുറമെ ഉപയോഗിച്ചാൽ മതി. ഒരു സൈഡ് എഫക്റ്റും ഇല്ല, 0 സൈഡ് എഫക്റ്റ് ആണ്. കാരണം ഇതൊരു മെഡിസിൻ അല്ല. കാരണം ഇത് നമ്മുടെ ശരീരത്തിന്റെ പ്രവർത്തനക്ഷമതയെ മെച്ചപ്പെടുത്തും എന്നുള്ള ഒരൊറ്റ കാര്യം മാത്രമേ ഈ പ്രൊഡക്റ്റ് നമുക്ക് വേണ്ടി എന്ത് ചെയ്യുന്നുള്ളൂ, ചെയ്തു തരുന്നുള്ളൂ. അതോടൊപ്പം ഒരു വാട്ടർ എനർജി പാടുണ്ട്. നമ്മൾ പണ്ട് കാലങ്ങളിൽ കിണറ്റിൽ നിന്നൊക്കെ വെള്ളം കോരിയെടുത്ത് കുടിച്ചിരുന്ന ഒരു സമയത്ത് കിട്ടുന്ന ഒരു ഫീലിംഗ് ഒരു കാരണവശാലും, നിങ്ങളെല്ലാം ചിന്തിച്ചാൽ അറിയാം, ഒരു കാരണവശാലും ഇന്ന് പൈപ്പ് ലൈനിലൂടെ വരുന്ന വെള്ളത്തിന് എന്തില്ല, ആ ഒരു സ്വാഭാവികമായിട്ടുള്ള ഒരു ടേസ്റ്റോ ഗുണമോ ഒന്നും ഇല്ലെന്ന് നമുക്കറിയാം. എന്നിട്ടും നമ്മൾ പഴമയിലേക്കൊന്നും എന്ത് ചെയ്യില്ല, പോകാൻ തയ്യാറല്ല. കാരണം നമുക്ക് അതിനുള്ള ടൈം ഒന്നുമില്ല. അപ്പം ഈ വെള്ളത്തിനെ നമ്മളൊരു ചില്ലുകൂട്ടിൽ എടുത്ത് വെച്ചിട്ട് ഇതുപോലെ നമ്മൾ പാട് ചുറ്റി വെക്കുകയാണെങ്കിൽ, മഴയുടെ വാട്ടർ എനർജി പാട് നമ്മൾ ഇന്ന് ചുറ്റി വെക്കുകയാണെങ്കിൽ ആ വെള്ളത്തിനെ നമുക്ക് സ്വാഭാവികമായിട്ടുള്ള കണികകളിലേക്ക്, അല്ലെങ്കിൽ ചെറിയ മൈക്രോ ക്ലസ്റ്റർ ആയിട്ടുള്ള കണികകളിലേക്കായിട്ടുള്ള വെള്ളക്കണികളാക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാറ്റാൻ സാധിക്കും. അങ്ങനെ സാധിക്കുന്ന സമയം കൊണ്ട് നമ്മുടെ കോശങ്ങളിലേക്ക് ഇത് വളരെ എളുപ്പത്തിൽ ഈ വെള്ളം കടന്നു ചെല്ലാനും നമ്മുടെ ശരീരത്തിലെ ക്ലസ്റ്ററുകളെ സെൽസുകളിലേക്ക് വളരെ എളുപ്പത്തിൽ വെള്ളം കടന്നു ചെല്ലുമ്പോൾ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലെ വിഷാംശങ്ങളും നമ്മൾ കഴിക്കുന്ന മെഡിസിനിലെ വിഷാംശങ്ങളാണെങ്കിലും എല്ലാം ശരീരത്തിൽ നിന്ന് വളരെ എളുപ്പത്തിൽ പുറത്തു കളയാൻ എന്ത് ചെയ്യും, ഈ പ്രൊഡക്റ്റ് സഹായിക്കും. പിന്നെ എനി ടൈം നമുക്കറിയാം, നമ്മൾ ഇന്ന് മൊബൈലിന്റെ അല്ലെങ്കിൽ ടവർ റേഡിയേഷന്റെയും അങ്ങനെ ഒരു വലിയൊരു നെറ്റ്വർക്കിന്റെ ലോകത്താണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. അപ്പം ഇതെല്ലാം നമുക്കറിയാം, നമ്മുടെ എനർജിയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. ഇന്ന് അത് നമുക്ക് വാഹനങ്ങളാണെങ്കിലും നമ്മുടെ ഇന്നത്തെ വീടാണെങ്കിലും ഇതെല്ലാം നമ്മുടെ എനർജിയെ സ്വാധീനിക്കുന്നത്. കാരണം നമ്മുടെ വീടുകളിലാണെങ്കിൽ പോലും ഇരുമ്പിന്റെ അംശം വളരെയധികം കൂടിയിട്ടുണ്ട്. ഇന്ന് കോൺക്രീറ്റ് ബിൽഡിങ്ങുകളിലാണ് നമ്മൾ ഓരോരുത്തരും താമസിക്കുന്നത്. അങ്ങനെയൊക്കെ നമ്മൾ ജീവിക്കുന്ന സമയത്ത് നമ്മുടെ ചുറ്റുപാടുകളിൽ നമ്മളെ സ്വാധീനിക്കുന്ന ഈ ഘടകങ്ങളെല്ലാം നമ്മുടെ എനർജിയെ എന്ത് ചെയ്യും, വളരെയധികം ഡോസ് ചെയ്യും. ആ എനർജിയെ മെയിൻറ്റെയിൻ ചെയ്ത് ഉപയോഗിക്കാൻ നമുക്ക് എനി ടൈം ഉപയോഗിക്കാൻ പറ്റാവുന്ന ഒരു ബ്രേസ്ലെറ്റ് നമ്മുടെ ആ ഒരു പാക്കേജിനകത്തുണ്ട്. ഇങ്ങനെ ഈ ഒരു 5 പ്രൊഡക്റ്റുകൾ ചേരുന്ന ഒരു പാക്കേജാണ് നമുക്ക് ഒരാൾക്ക് വേണ്ടി ഉപയോഗിക്കാനുള്ള ഈ ഒരു പ്രൊഡക്റ്റ്. ഇത് എല്ലാ ആളുകളും ഉപയോഗിക്കേണ്ട ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു പ്രൊഡക്റ്റ് ആണ്. ഇതൊരു രോഗത്തിന് വേണ്ടിയോ അല്ലെ രോഗം മാറാനോ ഉള്ള ഒരു ചികിത്സാ രീതി, ഒരു മരുന്നല്ല. പക്ഷെ ഇന്ന് എല്ലാ ആളുകളും
കാരണം നമ്മുടെ മണ്ണുമായിട്ടുള്ള ബന്ധം ഇന്ന് ഒരുപാട് നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ആ മണ്ണിന്റെ അല്ലെങ്കിൽ ഭൂമിയുടെ കാന്തിക എനർജി നമുക്ക് കിട്ടുന്ന അളവിൽ ഒരുപാട് കുറവ് വരുന്നുണ്ട്. ഈ കുറവിനെ നികത്തിയെടുക്കാൻ നമുക്ക് ഈ പ്രോഡക്റ്റ് കൊണ്ട് എന്ത് ചെയ്യും സാധിക്കും. അതോടൊപ്പം മണിരായ പരിചയപ്പെടുത്തുന്ന മറ്റൊരു അടിപൊളി ഒരു ഉൽപ്പന്നമാണ് ബ്ലാങ്കറ്റ്. അതായത് മാട്രസും പില്ലോ പോലെ നമ്മൾ കിടക്കുന്ന സമയത്ത് നമ്മുടെ ഒരു ഹാഫ് പോർഷൻ അത് മാഗ്നൈസ് ചെയ്യുമെങ്കിൽ ഇത് പില്ലോ പാടൂടെ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ഫുൾ കവറേജ് നമുക്ക് ഒരു ഫുഡ് തെറാപ്പി നമുക്ക് മണിരായുടെ ഈ പ്രോഡക്റ്റിൽ നമുക്ക് വേണ്ടി ചെയ്തു തരും. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് മണിരായ അക്വ ബൂസ്റ്റ് ആണ്. അതായത് നമുക്കറിയാം പ്രകൃതി നമുക്ക് കനിഞ്ഞ് അനുഗ്രഹിച്ചു തന്നിരിക്കുന്ന ഒരു മെഡിസിൻ ആണ് വാട്ടർ എന്ന് പറയുന്നത്, അല്ലെ, വെള്ളം എന്ന് പറയുന്നത്. ആ വെള്ളം നമുക്ക് എത്ര നല്ല വെള്ളം നമുക്ക് നമ്മുടെ ഉള്ളിലേക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ടോ അത്രയും നല്ല വെള്ളം നമ്മൾ കൊടുത്താൽ നമ്മുടെ ആരോഗ്യം എന്ത് ചെയ്യും, അത്രമാത്രം മെച്ചപ്പെടും. നമുക്കിന്ന് അറിയാം, നമ്മൾ ഇന്ന് കുടിക്കുന്ന പല വെള്ളങ്ങളും അല്ലെങ്കിൽ നമ്മൾ കിണറ്റിൽ നിന്നോ അല്ലെങ്കിൽ പൈപ്പ് ലൈനിൽ നിന്നോ അല്ലെങ്കിൽ ക്ലോറിനൈസ്ഡ് ചെയ്യുന്ന വെള്ളങ്ങളോ ഒക്കെ അസിഡിക് സ്വഭാവമുള്ള വെള്ളമായിരിക്കും. ഈ അസിഡിക് സ്വഭാവമുള്ള വെള്ളം ഒരു pH 7 ഒക്കെ ഉള്ള വെള്ളത്തെ, അത് ന്യൂട്രലിൽ നിൽക്കുന്ന വെള്ളമാണ് pH 7. പക്ഷെ നമ്മളിതൊന്നും എന്ത് ചെയ്യാൻ പോകില്ല, ടെസ്റ്റ് ചെയ്ത് നോക്കാൻ പോകാറില്ല. പക്ഷെ നമ്മൾ അതിനൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ നമ്മൾക്കറിയാൻ പറ്റും നമ്മൾ ഇന്ന് കുടിക്കുന്നത് അസിഡിക് വാട്ടർ ആണോ അതോ pH ന്യൂട്രൽ ആണോ അതോ ആൽക്കലൈൻ ആണോ. ആൽക്കലൈൻ കിട്ടാൻ ഒരു ചാൻസ് ഉണ്ടാകുന്നില്ല, കാരണം നമ്മുടെ ജീവിത രീതിയെല്ലാം അത്രമാത്രം മാറിപ്പോയി. അപ്പം ഈ pH ന്യൂട്രലുള്ള ഈ വെള്ളത്തെ നമുക്ക് ഈ ഒരു ജഗ്ഗിൽ ഒഴിച്ചു വെച്ചാൽ ഈ ജഗ്ഗിലൂടെ ഈ ടാപ്പിലൂടെ പിന്നീട് വരുന്ന വെള്ളത്തെ നമുക്ക് ആൽക്കലൈൻ സ്വഭാവമുള്ള വെള്ളമാക്കി എന്ത് ചെയ്യാൻ പറ്റും, ഉപയോഗിക്കാൻ പറ്റും. ഇത് ഡെയിലി ഒരു 2 ഗ്ലാസ് 3 ഗ്ലാസ് നമ്മൾ മറ്റുള്ള പാനീയങ്ങൾ കുടിക്കുന്നതോടൊപ്പം ഒരു 2-3 ഗ്ലാസ് നമ്മൾ ഡെയിലി കുടിക്കുന്നത് നമ്മുടെ ശരീരത്തിന്റെ ആൽക്കലൈൻ സ്വഭാവം വർദ്ധിപ്പിക്കാൻ കാരണമാകും. കാരണം നമ്മുടെ ശരീരത്തിൽ അസിഡിക് സ്വഭാവമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ക്യാൻസർ കോശങ്ങൾ പോലും വളരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. പക്ഷെ ഈ ഒരു ഉൽപ്പന്നം ഉപയോഗിക്കുക വഴി നമ്മുടെ ശരീരത്തിന്റെ അസിഡിക് സ്വഭാവം മാറ്റിയിട്ട് ആൽക്കലൈൻ ബോഡിയിലേക്ക് നമ്മുടെ ബോഡിയെ എന്ത് ചെയ്യാൻ പറ്റും, കൊണ്ടുവരാൻ പറ്റും. ഇത് വളരെ ഒരു അടിപൊളി ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മുടെ മണിരായ അക്വ ബൂസ്റ്റ് എന്ന് പറയുന്ന ഈ പ്രൊഡക്റ്റ്. ഇനി ഇവിടെ ഒരു യൂസർക്ക് കിട്ടുന്ന ഒരു ബെനിഫിറ്റ്, അതായത് നമ്മുടെ കമ്പനിയിൽ നിന്ന് ഒരു വ്യക്തി ഒരു പ്രൊഡക്റ്റ് വാങ്ങുന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് ആ വ്യക്തി ഒരു കാരണവശാൽ ഇവിടെ MRP കൊടുക്കണ്ട. MRPയിൽ നിന്ന് 20% ഡിസ്കൗണ്ടിൽ ഈ പ്രൊഡക്റ്റുകളെല്ലാം എന്ത് ചെയ്യും, ഞാൻ ഇന്നിപ്പോ പരിചയപ്പെടുത്തിയിട്ടുള്ള റീപർച്ചേസിൽ വരുന്ന ഒരുപാട് ഉൽപ്പന്നങ്ങളുണ്ട്. ആ ഉൽപ്പന്നങ്ങളെല്ലാം ഏകദേശം 100 മേളിൽ ഉൽപ്പന്നങ്ങളുണ്ട്. ഇതെല്ലാം നമുക്ക് എന്ത് ചെയ്യും, MRP കൊടുക്കാതെ 20% ഡിസ്കൗണ്ട് കിട്ടും. സുഹൃത്തുക്കൾ ഒന്ന് ആലോചിച്ച് നോക്കുക, നിങ്ങളുടെ പരിസരത്ത് MRPയിൽ നിന്ന് 20% കുറച്ച് കിട്ടുന്ന ഏതെങ്കിലും കട ഉണ്ടോ എന്ന്. ഉണ്ടാവില്ല. കാരണം അത് മണിരായ മാത്രമേ കൊടുക്കുന്നുള്ളൂ. മാത്രമല്ല ഇത് ഒരു 2500 രൂപയ്ക്ക് നിങ്ങൾ ഈ മാസം എന്ത് ചെയ്തു, മണിരായുടെ പ്രൊഡക്റ്റുകൾ, നമ്മുടെ കമ്പനിയുടെ പ്രൊഡക്റ്റുകൾ പർച്ചേസ് ചെയ്തു എന്ന് വെക്കുക. ഇനി 2 മാസം കൂടെ നിങ്ങൾ 2500 രൂപയ്ക്ക് വാങ്ങിയാൽ 4ാമത്തെ മാസം 2500 രൂപയുടെ പ്രൊഡക്റ്റ് ഫ്രീ ആയിട്ട് കിട്ടും. അടിപൊളിയല്ലേ? ഇത് 2500 എന്ന് പറയുന്നത് അത് 5000 രൂപയ്ക്കാണ് നിങ്ങൾ 3 മാസം വാങ്ങുന്നതെങ്കിൽ 5000 രൂപയുടെ പ്രൊഡക്റ്റ് ഫ്രീ ആയിട്ട് കിട്ടും. 7500 രൂപയുടെ പ്രൊഡക്റ്റ് ആണ് ഫ്രീ ആയിട്ട് 7500 രൂപയുടെ പ്രൊഡക്റ്റ് ആണ് നിങ്ങൾ 3 മാസം വാങ്ങുന്നതെങ്കിൽ 7500 രൂപയുടെ പ്രൊഡക്റ്റ് ഫ്രീ ആയിട്ട് കിട്ടും. 10000 രൂപയ്ക്കാണ് നിങ്ങൾ 3 മാസം വാങ്ങുന്നതെങ്കിൽ 10000 രൂപയുടെ പ്രൊഡക്റ്റ് എന്ത് ചെയ്യും, 4ാമത്തെ മാസം ഫ്രീ ആയിട്ട് കിട്ടും. ഇത് എല്ലാ ആൾക്കാർക്കും വളരെ എളുപ്പത്തിൽ അവരുടെ കസ്റ്റമറിനെ, നിങ്ങളുടെ സ്വന്തം, നിങ്ങളുടെ ബന്ധുക്കളെയും പരിചയക്കാരെയും സുഹൃത്തുക്കളെ എല്ലാവരെയും ഇവിടുന്ന് വാങ്ങിക്കാൻ പറ്റാവുന്ന ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം നമ്മുടെ കമ്പനി എന്ത് ചെയ്തിട്ടുണ്ട്, നമുക്ക് വേണ്ടി തന്നിട്ടുണ്ട്. ഇത് നമുക്ക് വേണ്ടിയിട്ടാണ്, നമുക്ക് യൂസ് ചെയ്യാനാണ്, നമുക്ക് ഉപയോഗിക്കാനാണ്. അപ്പോൾ നമ്മളെല്ലാവരും എന്ത് ചെയ്യുക, കമ്പനിയുടെ ഈ ഉൽപ്പന്നങ്ങൾ വാങ്ങി ഉപയോഗിച്ച് നോക്കുക. ഓക്കെ, ഇനി ഈ ഒരു ബിസിനസ് അവസരം, ഇത് ഞാൻ പറഞ്ഞു ഇതിന്റെ ഒരു ഇൻകം പ്ലാൻ ആണ് നമ്മൾ ഇന്ന് കേൾക്കാൻ വന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ കമ്പനിയുടെ ഈ ബിസിനസ് അവസരം, നമ്മൾ ബിസിനസ് എന്ന് പറയുന്നത് ഡൂയിങ് സെയിൽസ് വിത്ത് ടീം ഈസ് കോൾഡ് ബിസിനസ്. അതായത് ബിസിനസ് ചെയ്യുന്നവർക്ക് എല്ലാവർക്കും എന്തുണ്ടാവും, ഒരു ടീം ഉണ്ടാവും. അപ്പം ആ ടീമിനെ വെച്ചുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾക്കാണ് ബിസിനസ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ബിസിനസ് അവസരം നമുക്ക് സ്വീകരിക്കാൻ, ഈ ബിസിനസ് അവസരത്തിലേക്ക് നമ്മൾ എത്തിച്ചേരാൻ നമുക്ക് കമ്പനിയുടെ ഏതെങ്കിലും ഒരു ഉൽപ്പന്നം ലൈഫിൽ ഒരൊറ്റ പ്രാവശ്യം നമ്മൾ എന്ത് ചെയ്താൽ മതി, ഇവിടുന്ന് പർച്ചേസ് ചെയ്താൽ മതി. എന്താന്ന് വെച്ചാൽ അത് നമ്മൾ ഒരു അങ്ങോട്ട് മുടക്കുന്നുണ്ടെങ്കിൽ ആ മുടക്കുന്ന വിലയെക്കാളിലും മൂല്യമുള്ള പ്രൊഡക്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് അതൊരു ഇൻവെസ്റ്റ്മെന്റ് ആണെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പറയാൻ പറ്റില്ല. നമ്മുടെ ലൈഫിലേക്ക് ഒരൊറ്റ പ്രാവശ്യം നമ്മൾ മറ്റുള്ള കടകളിൽ നിന്നൊക്കെ വാങ്ങുന്നതിന് പകരം കമ്പനിയുടെ ഏതെങ്കിലും ഒരു ഉൽപ്പന്നം നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടാകും. അത് 4000 രൂപയ്ക്ക് സ്റ്റെം സെൽസ് ഉണ്ട്. ഇന്ന് മാർക്കറ്റിലൊക്കെ പല കമ്പനികൾ ഇത് വിൽക്കുന്നുണ്ട്. 30 ഗ്രാമിന്
30 ഗ്രാമിന്റെ 10 സാഷയ്ക്ക് 2500 രൂപയ്ക്ക് വിൽക്കുന്ന കമ്പനി ഉണ്ട്. അപ്പം നമ്മുടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് 200 ഗ്രാമിന് 2 പാക്കേജ് ആണ്. അപ്പൊ 400 ഗ്രാം ഉണ്ട്. ഈ 400 ഗ്രാമിന് വില വരുന്നത് ഒരു 4000 രൂപയാണ്. ഇങ്ങനെ നമുക്ക് അടുത്ത ഒരു ബോക്സ് എന്ന് പറയുന്നത് 4600ന്റെ വിറ്റലിറ്റി ബോക്സ് എന്ന് പറയുന്ന ഒരു ഉൽപ്പന്നമാണ്. അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ അക്വ ബൂസ്റ്റും അതോടൊപ്പം നമുക്ക് പ്രോട്ടീൻ പൗഡറും കൂടെ ചേർന്നിട്ട് വരുന്ന ഒരു ഉൽപ്പന്നമാണ്, ഒരു പാക്കേജ് ആണ്. ഈ പാക്കേജിന് വരുന്ന വില എന്ന് പറയുന്നത് 13,999 ആണ്. ഇതിനോടൊപ്പം തന്നെ ഒരു സൈഡിൽ ഒരു പോയിന്റ് കൂടെ നമ്മൾ എഴുതിയിട്ടുണ്ട്, 3000 PV. ഇനി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ സംസാരിക്കുന്നത് ഈ PV-കൾ വെച്ചിട്ടായിരിക്കും. ഓക്കെ, ഈ PV-കൾ എന്ന് പറയുന്നത് നമുക്ക് വരുമാനം തരാൻ വേണ്ടി കമ്പനി നിശ്ചയിച്ചു വെച്ചിരിക്കുന്ന ഒരു എമൗണ്ട് ആണ് ആ 3500 എന്ന് പറയുന്നത്. ഇപ്പൊ എക്സ്പ്ലോർ ബോക്സിനാണെങ്കിൽ അതിന് 3500 PV ആണ്. വെൽനസ് എക്സ്പ്ലോർ എന്ന് പറയുന്ന ഒരു പാക്കേജ് ഉണ്ട്, 10,600 ആണ് വരുന്നത്. ഇതിനകത്ത് 3 സ്റ്റെം സെൽസ് വരും, ഒരു ബെറി ജ്യൂസ് വരും, ഒരു ഫുഡ് പാച്ച് വരും, ഒരു പെയിൻ റിലീഫ് വരും, ഒരു ബ്രേസ്ലെറ്റ് വരും. ഇത്തരം പാക്കേജ് വരുന്ന ഈ ഒരു പ്രൊഡക്റ്റിന് വരുന്നത് 10,600 ആണ്. നമുക്ക് 3500 പോയിന്റ് വരും. ഇനി മിനി ഡിസ്കവറി, അതായത് ബ്ലാങ്കറ്റ് വരുന്നുണ്ട്, അത് 12,500ന്റെ പ്രൊഡക്റ്റ് ആണ്. അതിന് 4000 പോയിന്റ് ആണ്. ഇനി 14,500ന്റെ ഒരു ഫാമിലിക്ക് ഉപയോഗിക്കാൻ പറ്റാവുന്ന ഒരു ഉൽപ്പന്നമാണ്. അതിന് വരുന്നത് 4500 പോയിന്റ് ആണ്. ഇനി എലൈറ്റ് ബോക്സ് എന്ന് പറയുന്ന നമ്മുടെ മാട്രസ് പാഡിന്റെ 6x6ന്റെ വലിയൊരു പാക്കും അതോടൊപ്പം പില്ലോ പാഡ് 2 വാട്ടർ എഞ്ചിൻ പാഡ് 2 ഹാൻഡ് ബ്രേസ്ലെറ്റ് ഹാൻഡ് ബെൽറ്റ് 2 അതുപോലെ ബ്രേസ്ലെറ്റ് 2 ഇതെല്ലാം കൂടെ ചേർത്തിട്ട് വരുന്ന 18,000 രൂപയാണ്. ഇതിന് 7,500 പോയിന്റ് ആണ്. ഇതിന് 2 സിംഗിൾ ആയിട്ട് നമുക്ക് വേണമെങ്കിലുണ്ട്, അതിന് 18,500 വരും. ഇനി വെൽനസ് എസെൻഷ്യൽ എന്ന് പറയുന്ന 25,599 രൂപയുടെ ഒരു വെൽനസിന്റെ തന്നെ മാത്രമായിട്ടുള്ള കിറ്റ് ഉണ്ട്. ഇതിന് നമുക്ക് 10,000 പോയിന്റ് ആണ് വരുന്നത്. പിന്നെ പ്രീമിയം ഫാമിലി പാക്കേജ്, ഒരു ഫുൾ തെറാപ്പിയുടെ വരുന്ന 2 പേർക്ക് ഉപയോഗിക്കാൻ പറ്റാവുന്ന ഒരു ഉൽപ്പന്നം. ഇതിന് വരുന്ന വില എന്ന് പറയുന്നത് 38,500 രൂപയാണ്. ഇതിന് വരുന്നതും 10,000 പോയിന്റ് ആണ്. ഓക്കെ, ഇതിൽ ഏത് പ്രൊഡക്റ്റ് വേണമെങ്കിലും എടുത്തിട്ട് എന്ത് ചെയ്യാം, ഈ ബിസിനസ് അവസരം നമുക്ക് സ്വീകരിക്കാം. ഈ ബിസിനസ്സിലേക്ക് വരുന്ന എല്ലാ വ്യക്തികൾക്കും നമുക്ക് ഒരു ക്രൈറ്റീരിയ ഉണ്ടാവും. കാരണം ഈ ബിസിനസ്സിൽ നമ്മൾ ആ ക്രൈറ്റീരിയ ഫുൾഫിൽ ചെയ്യുമ്പോഴാണ് ഇവിടുന്ന് വരുമാനം വാങ്ങാനുള്ള ക്വാളിഫിക്കേഷനിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നത്, മാറുന്നത്. ഈ ക്വാളിഫിക്കേഷനിലേക്ക് നമ്മൾ മാറുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു റാങ്ക് ആണ് സെയിൽസ് പ്രൊമോട്ടർ എന്ന് പറയുന്ന റാങ്ക്. ഈ റാങ്കിലേക്ക് എത്താൻ നമ്മൾ ചെയ്യേണ്ട ഇത്ര മാത്രമേ ഉള്ളൂ. നമ്മുടെ ബന്ധുക്കളോ സുഹൃത്തുക്കളോ പരിചയക്കാരോ അയൽവക്കക്കാരോ ആരെങ്കിലും 2 വ്യക്തികൾക്ക് നമ്മൾ ഒരു 3000 പോയിന്റ് വരുന്ന പ്രൊഡക്റ്റ് എന്ത് ചെയ്യണം, 2 കൊടുത്തിട്ടുണ്ടാവണം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്രൈറ്റീരിയ ആണ്. കാരണം നമ്മൾ ഉപയോഗിച്ച ഒരു ഉൽപ്പന്നം ബെറ്റർ ആണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, കൊടുക്കാൻ സാധിക്കും അല്ലെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഉപയോഗിച്ച ഈ ഒരു ഉൽപ്പന്നം നമ്മുടെ അനുഭവം നമ്മുടെ ബന്ധുവിനോ സുഹൃത്തിനോ വളരെ ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും. അങ്ങനെ ഷെയർ ചെയ്താൽ അവർ ഈ പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ ആ പ്രൊഡക്റ്റിന്റെ പോയിന്റുകൾ 3000 പോയിന്റ് വന്നാൽ നമ്മുടെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഫുൾഫിൽ ആകും. ഇത് ഫുൾഫിൽ ആയാൽ നമുക്ക് കിട്ടുന്ന ആദ്യത്തെ വരുമാനം എന്ന് പറയുന്നത് 750 രൂപയാണ്. മനസ്സിലായി കാണുമല്ലോ. നമ്മൾ വന്നു, നമ്മുടെ ഒരു റിലേറ്റീവിന് ഒരു 3500 പോയിന്റിന്റെ പ്രൊഡക്റ്റ് കൊടുത്തു, അല്ലെങ്കിൽ 3000 രൂപയുടെ പ്രൊഡക്റ്റ് കൊടുത്തു. ഒരു ഫ്രണ്ടിന് നമ്മൾ 3000 പോയിന്റിന്റെ ഒരു പ്രൊഡക്റ്റ് നൽകി. ഇവര് 2 പേരും നമ്മുടെ ടീമിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ്സിലേക്ക് നമ്മളോടൊപ്പം കണക്റ്റഡ് ആയപ്പോൾ നമുക്ക് കിട്ടിയ ആദ്യത്തെ വരുമാനമാണ് 750 രൂപ. നമ്മളപ്പോൾ ആദ്യത്തെ റാങ്കിലേക്ക് എത്തിയിട്ടുണ്ടാവും. സെയിൽസ് പ്രൊമോട്ടർ എന്ന് പറയുന്ന റാങ്കിലാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. ഓക്കെ, ഇനിയാണ് ഇവിടെ ബിസിനസ് തുടങ്ങുന്നത്. ഇവിടെ ബിസിനസ് അതോടൊപ്പം വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഓഫർ കൂടെ ഉണ്ട്. നമ്മൾ എപ്പോഴാണോ ഈ ക്രൈറ്റീരിയ ഫില്ല് ചെയ്യുന്നത് 750 കിട്ടും. കൂടാതെ അഡീഷണൽ ആയിട്ട് നമ്മുടെ കമ്പനി നമുക്ക് നൽകുന്ന ഒരു അടിപൊളി ഗിഫ്റ്റ് ആണ് ട്രിപ്പിൾ സ്റ്റെം സെൽസ്. 2,500 രൂപ വില വരുന്ന ഒരു സ്റ്റെം സെൽസ് എന്ത് ചെയ്യും, നമുക്ക് കമ്പനി ഫ്രീ ആയിട്ട് നൽകുന്നുണ്ടാവും. ഇനി നമുക്കിവിടെ വരുമാനം എല്ലായിടത്തും നമ്മൾ ജോലി എടുക്കുന്ന ആൾക്കാരാണ് അല്ലെ. നമ്മളെല്ലാവരും പല പല മേഖലകളിലാണ് ജോലി എടുക്കുന്നത്. പക്ഷെ നമ്മളൊക്കെ ജോലി എടുത്താൽ ഒരു ദിവസം എത്ര പ്രാവശ്യം വരുമാനം തരും? ഏത് ഫേമിലാണെങ്കിലും ഏത് സ്ഥലത്താണെങ്കിലും നമ്മൾ എടുക്കുന്ന കൂലി എടുക്കുന്ന ടൈമിനനുസരിച്ച് എനിക്ക് ആ കൂലി അല്ലെ. ഒരു ദിവസം ഒരു നേരം എന്ത് ചെയ്യും, ആ അത്ര മണിക്കൂർ ജോലി എടുത്തതിന് ഒരു പ്രാവശ്യമായിരിക്കും ആ ഒരു ദിവസത്തെ വരുമാനം കിട്ടുക എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, 2 കട്ട് ഓഫ് ഉണ്ട്. മോർണിംഗ് കട്ട് ഓഫ് എന്നും ഈവനിങ് കട്ട് ഓഫ് എന്നുമാണ് പറയുന്നത്. 5 AM to 5 PM 5 PM to 5 AM. ഈ 2 കട്ട് ഓഫിനുള്ളിൽ നടക്കുന്ന ബിസിനസ്സുകൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യും, ഡെയിലി ഇൻകായിട്ടും തരും, വീക്ക്ലി ഇൻകായിട്ടും തരും. ഓക്കെ, അതിൽ ഒന്നാമത്തെ ബോണസ് ആണ് പ്രൊമോഷൻ ബോണസ്. കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും, നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്ന കിട്ടുന്ന വരുമാനമാണ് പ്രൊമോഷൻ ബോണസ്. അതായത് നമ്മളെന്ന് പറയുന്ന വ്യക്തി
ഈ ബിസിനസ്സിലേക്ക് രണ്ട് വ്യക്തികളെ കണക്റ്റഡ് ആയപ്പോഴാണ് എന്ത് ചെയ്തത്, ആദ്യത്തെ ക്രൈറ്റീരിയ അച്ചീവ് ചെയ്ത്. ഇനി ഇവിടേക്ക് എത്ര ആളുകളെ, നമുക്ക് രണ്ട് വ്യക്തികളൊന്നും അല്ലല്ലോ, ഒരുപാട് ആളുകളുമായിട്ട് ബന്ധങ്ങളുണ്ട്, ഒരുപാട് ആളുകൾ സുഹൃത്തുക്കളുണ്ട്, പരിചയക്കാരുണ്ട്, അയൽവക്കക്കാരുണ്ട്, ഇങ്ങനെ ഒരുപാട് ആളുകളുമായിട്ട് നമ്മൾ കണക്റ്റഡ് ആണ്. നമ്മുടെ വീട്ടിൽ ഒരു ചെറിയൊരു ഒരു നൂലുകെട്ടോ അല്ലെ കല്യാണം നടന്നാൽ നമുക്ക് ആയിരങ്ങൾ അല്ലെങ്കിൽ 500 600 പേര് എന്ത് ചെയ്യും, നമ്മുടെ വീട്ടിലേക്ക് വരാൻ റെഡിയാണ്. അങ്ങനെയുള്ള നമുക്ക് ഈ കേരളീയർക്ക് ബന്ധങ്ങളെ നമുക്ക് വാല്യൂ കൊടുക്കുന്ന ആൾക്കാർക്ക് ഈ പ്രൊമോഷൻ ബോണസ് എന്ന് പറയുന്നത് നമുക്ക് ധാരാളം മേടിക്കാൻ പറ്റുന്ന അവസരമുണ്ട്. കാരണം നമ്മളെന്ന് പറയുന്ന വ്യക്തി എ ടീമിലേക്ക് ഒരാളെ വീണ്ടും പ്രൊമോട്ട് ചെയ്തു. അവർ വാങ്ങുന്ന എമൗണ്ട് അല്ലെങ്കിൽ അവർ വാങ്ങുന്ന ഉൽപ്പന്നത്തിന്റെ PV, ഈ PVക്ക് അനുസരിച്ചായിരിക്കും നമുക്ക് പ്രൊമോഷൻ ബോണസ് കിട്ടുന്നത്. ഇത് കിട്ടാൻ നമ്മൾ ഇത്രേ വേണ്ടു, നമ്മുടെ എ ടീമിൽ ഒരു സെയിൽ നടക്കണം, ബി ടീമിൽ ഒരു സെയിൽ നടക്കണം. ഇത് നടക്കുന്നത് ഒരാഴ്ചക്കുള്ളിൽ നടക്കണം. അതായത് ഇന്നിപ്പം ബുധനാഴ്ചയാണ്, ഈ ബുധനാഴ്ച തുടങ്ങി ഞായറാഴ്ചക്കുള്ളിൽ, ഞായറാഴ്ച വൈകിട്ട് 12 മണിയുടെ കട്ട് ഓഫിനുള്ളിൽ നമുക്ക് എന്ത് ചെയ്യണം, ഓപ്പോസിറ്റ് ഒരു സെയിൽ നടന്നിട്ടുണ്ടാകണം. ഇനി തിങ്കളാഴ്ചയാണ് നടന്നെങ്കിൽ ആ ആഴ്ച തീരുമ്പോൾ ഞായറാഴ്ചക്കുള്ളിൽ എന്ത് ചെയ്താൽ മതി, അടുത്തൊരു സെയിൽ ഓപ്പോസിറ്റ് നമുക്ക് രണ്ട് ടീമാണ്. ഈ ടീമിൽ ഓരോ സെയിൽ നടന്നാൽ നമ്മൾ മുഖാന്തരം സ്പോൺസർ ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ നമുക്ക് കിട്ടുന്ന വരുമാനമാണ് പ്രൊമോഷണൽ ബോണസ്. ഇത് 3500 പോയിന്റിന്റെ പ്രൊഡക്റ്റ് എടുത്തിട്ടാണ് ഈ ആളുകൾ, അതായത് 10,500ന്റെ പ്രൊഡക്റ്റ് എടുത്തിട്ടാണ് ഈ ആളുകൾ വരുന്നതെങ്കിൽ ഒരാളിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യും, 750 രൂപ വീതം കിട്ടും. അങ്ങനെ 750 + 750 1500 രൂപ കിട്ടും. മാത്രമല്ല അതിനോടൊപ്പം അത് 7500 പോയിന്റിന്റെ ആണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, 1000 2000 രൂപ കിട്ടും. അത് 10000 രൂപയുടെ പ്രൊഡക്റ്റ് ആണെങ്കിൽ 10000 PV വരുന്ന പ്രൊഡക്റ്റ് ആണെങ്കിൽ, അതായത് 38,500ന്റെയും അതുപോലെ 27,500ന്റെയും 2 പാക്കേജ് കണ്ടിട്ട് 10000 PVയുടെ ഈ PV ഉള്ള പ്രൊഡക്റ്റ് ആണ് നമ്മൾ പരിചയപ്പെടുത്തിയ ആളുകൾ വാങ്ങുന്നതെങ്കിൽ നമുക്ക് 2000 വെച്ചിട്ട് 4000 രൂപ എന്ത് ചെയ്യും, പ്രൊമോഷൻ ബോണസ് കിട്ടും. മനസ്സിലായല്ലോ? നമുക്ക് ഇന്നൊരു സെയിൽ നടന്നാൽ അടുത്തൊരു സെയിൽ എന്ത് ചെയ്യണം, ഒരാഴ്ചക്കുള്ളിൽ നടക്കണം. ഒരാഴ്ച എന്ന് പറയുന്നത് ആ സൺഡേ തീരുന്ന 12 മണിയുടെ കട്ട് ഓഫിനുള്ളിൽ 2 സെയിൽ നമ്മുടെ എ ടീമിലും ബി ടീമിലും നടന്നാൽ നമുക്ക് പ്രൊമോഷൻ ബോണസ് കിട്ടും. മാത്രമല്ല ഇതിനോടൊപ്പം അഡീഷണൽ ആയിട്ട് നമുക്ക് എന്ത് കിട്ടും, മാച്ചിങ് ബോണസ് കിട്ടും. ഇത് നമ്മുടെ ടീമിലൂടെ നടന്നാലും കിട്ടും. അതായത് മറ്റേത് നമ്മൾ നേരിട്ട് കൊണ്ടുവരുന്നതാണെങ്കിൽ നമ്മൾ കൊണ്ടുവന്ന ആളുകളിലൂടെ ബിസിനസ് നടക്കൂലേ? കാരണം നമ്മുടെ ബന്ധുക്കൾ എന്ത് ചെയ്തു, ബന്ധുക്കൾക്ക് അവർക്ക് ബന്ധുക്കളുണ്ട്, സുഹൃത്തുക്കളുണ്ട്, പരിചയക്കാരുണ്ട്. അങ്ങനെ നമ്മുടെ ടീമിലൂടെ നടന്നാലും ഈ രണ്ടാമത്തെ വരുമാനം കിട്ടും. അതിന്റെ പേര് മാച്ചിങ് ബോണസ് എന്നാണ്. മാച്ചിങ് ബോണസ് എന്ന് പറയുന്നത് നമ്മുടെ എ ടീമിലും ബി ടീമിലും, ഇത് ദിവസവും ആഴ്ചയും ഒന്നുമില്ല, എ ടീമിൽ ഒരു സെയിൽ വന്നാൽ ബി ടീമിൽ എപ്പോഴാണോ നടക്കുന്നത് അതെന്ത് ചെയ്തോളും, മാച്ച് ചെയ്തോളും. അത് നമ്മളായിട്ട് ഇതിനകത്ത് കാൽക്കുലേറ്റ് ചെയ്യേണ്ട, ഇതെല്ലാം കമ്പനി കാൽക്കുലേറ്റ് ചെയ്തത് എന്ത് ചെയ്തോളും, നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുമാനമായിട്ട് തന്നോളും. അതിങ്ങനെയാണ് വരുമാനം കിട്ടുന്നത്. എ ടീമിൽ 3500 പോയിന്റിന്റെ സെയിൽ നടന്നു, ബി ടീമിൽ 3500 പോയിന്റിന്റെ സെയിൽ എപ്പോൾ നടക്കുന്നോ അത് നമ്മൾ മുഖാന്തരമാണെങ്കിൽ എന്ത് കിട്ടും, നമ്മൾ നേരിട്ടാണെങ്കിൽ ഒരാഴ്ചക്കുള്ളിൽ നടന്നാൽ പ്രൊമോഷൻ ബോണസ് കിട്ടും. പ്ലസ് അതിനോടൊപ്പം കിട്ടുന്ന വരുമാനമാണ് മാച്ചിങ് ബോണസ്. ഇതിനി ടീമിലൂടെയാണ് നടന്നിരിക്കുന്നതെങ്കിൽ എന്ത് കിട്ടും, പ്രൊമോഷൻ ബോണസ് കിട്ടത്തില്ല, മാച്ചിങ് ബോണസ് ഉണ്ടാവും. അത് 3500 പോയിന്റ് എന്ന് പറയുന്നത് 7000 പോയിന്റ് ഉണ്ടാവും. അതായത് രണ്ട് ടീമിലെ സെയിലുകൾ തമ്മിൽ കൂട്ടുമ്പോൾ കിട്ടുന്ന ആ എമൗണ്ട് എന്ന് പറയുന്നത് 7000 ആണ്. 7000ന്റെ 33 പൈസ, ഒരു പോയിന്റിന് 33 പൈസ വെച്ചിട്ട് 2310 രൂപ കിട്ടും. ഓക്കെ, ക്ലിയർ? അടുത്തെന്ന് പറയുന്നത് 7500 പോയിന്റിന്റെ സെയിലാണ് നമ്മുടെ ടീമിലൂടെ നടക്കുന്നതെങ്കിൽ നമ്മുടെ ടീമിലൂടെ നമുക്ക് 15000 രൂപയുടെ സെയിൽ നടന്നിട്ടുണ്ട്. ഈ 15000 PV എന്ന് പറയുന്നത് അതിന്റെ ഒരു പോയിന്റിന് 33 പൈസ തരച്ച് നമുക്ക് 4950 എന്ത് ചെയ്യും, വരുമാനമായിട്ട് കിട്ടും. ഓക്കെ, ഇങ്ങനെ നമ്മുടെ ടീമിൽ ആളുകൾ എന്ത് ചെയ്യും, കൂടും. ഇന്ന് നമുക്ക് 2 വ്യക്തികളാണ് നമ്മുടെ ടീമിലേക്ക് വരുന്നതെങ്കിൽ ആ 2 വ്യക്തിക്കും അവർക്കും ബന്ധുക്കളും പരിചയക്കാരും സുഹൃത്തുക്കളും ഒക്കെ ഉണ്ട് അല്ലെ. അവരെങ്ങനെ എന്ത് ചെയ്യും, അവരുടെ ബന്ധുക്കളോട് സുഹൃത്തുക്കളോട് പറയും. അങ്ങനെ അവരുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും നമുക്ക് വരും. അങ്ങനെ അവരുടെ സുഹൃത്തുക്കളും ബന്ധുക്കളും വരും. അങ്ങനെ നമ്മുടെ ഡെയിലി സെയിൽ എന്ത് ചെയ്യും, കൂടും. ഡെയിലി സെയിൽ കൂടി കഴിയുമ്പോൾ നമുക്ക് ഡെയിലി പെർഫോമൻസ് ബോണസ് എന്ന് പറയുന്ന ഒരു വരുമാനം നമുക്ക് എന്ത് ചെയ്യും, നമ്മുടെ കമ്പനി നമുക്ക് തരും. കാരണം നമ്മുടെ സെയിലുകൾ കൂടുമ്പോൾ നമ്മുടെ എ ടീമിലുള്ള ആളുകൾ എല്ലാവരും കൂടെ ചേർന്നിട്ട് 2 സെയിൽ എടുത്തു, ബി ടീമിലുള്ള അതായത് ടീം 2ലുള്ള ആളുകൾ എല്ലാവരും കൂടെ കൂടിയിട്ട് ഒരു 2 സെയിൽ എടുത്താൽ നമുക്ക് മാച്ചിങ് ബോണസ് കിട്ടും. അല്ലെങ്കിൽ നമ്മൾ നേരിട്ട് ഇതിനകത്ത് സെയിൽ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അതിന് പ്രൊമോഷൻ ബോണസ് കിട്ടും. അഡീഷണൽ ആയിട്ട് നമുക്ക് 2 സെയില് ഒരു കട്ട് ഓഫിനുള്ളിൽ നടന്നാൽ നമുക്ക് 1000 രൂപ എന്ത് കിട്ടും, വരുമാനമായിട്ട് കിട്ടും.
ഇത് 3000 പോയിന്റ്, അതായത് നമ്മൾ 4000 രൂപയുടെ പാക്കേജ് ഒക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ആ പാക്കേജിൽ നിന്നല്ല, നമുക്ക് പ്രത്യേകമായിട്ട് എടുത്ത് പറഞ്ഞിട്ടുണ്ട് അപ്ലിക്കബിൾ 3000 പോയിന്റ് തുടങ്ങിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ വരുമാനം നമ്മളിലേക്ക് കിട്ടുന്നത്. ഓക്കെ, ക്ലിയർ. അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ ടീമിലുള്ള ആളുകൾ എല്ലാവരും കൂടി ചേർന്നിട്ട്, ആളുകൾ വീണ്ടും കൂടുമ്പോൾ നമ്മുടെ സെയിലുകൾ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി കൂടും. അങ്ങനെ ഒരു കട്ട് ഓഫിനുള്ളിൽ 4 സെയിൽ നടന്നാൽ അഡീഷണൽ 3000 രൂപ, 8 സെയിൽ ആണെങ്കിൽ 5000 രൂപ, 10 സെയിൽ ആണെങ്കിൽ നമുക്ക് 7000 രൂപ വരെ ഒരു കട്ട് ഓഫിൽ നമുക്ക് എന്ത് കിട്ടും, വരുമാനമായിട്ട് കിട്ടും. ഓക്കെ, ഇങ്ങനെ നമുക്ക് ഒരു സെയിൽസ് പ്രൊമോട്ടർ എന്ന് പറയുന്ന ഈ റാങ്കിലുള്ള നമ്മളെന്ന് പറയുന്ന വ്യക്തിക്ക് മോർണിംഗ് കട്ട് ഓഫിലൂടെ മാച്ചിങ് ബോണസ് ആയിട്ട് 5000 രൂപയും പെർഫോമൻസ് ബോണസ് ആയിട്ട് 7000 രൂപയും ടോട്ടൽ 12000 രൂപ വരെ എന്ത് കിട്ടും, ഒരു സെയിൽസ് പ്രൊമോട്ടർക്ക് ഒരു ദിവസം വരുമാനം ഒരു കട്ട് ഓഫ് കിട്ടും. അങ്ങനെ 2 കട്ട് ഓഫ് ആണ്, ഒരു ദിവസത്തിൽ 2 കട്ട് ഓഫ് വരുമ്പോൾ 12000 പ്ലസ് 12000 എന്ന് പറയുന്ന 24000 രൂപ നമുക്ക് എന്ത് കിട്ടും, ഒരു ദിവസം കിട്ടും. ഇതിന് പുറമെ നമുക്ക് എന്തുണ്ട്, നമ്മൾ പ്രൊമോട്ട് ചെയ്താണെങ്കിൽ അതിന് പ്രൊമോഷൻ ബോണസ് എക്സ്ട്രയും കിട്ടും. അതിന് ഇപ്പം സെയിൽസ് പ്രൊമോട്ടർ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് നമുക്ക് ലഭിക്കുന്ന ഒരു ദിവസത്തെ വരുമാനം എന്ന് പറയുന്നത് 24000 രൂപയാണ്. നമുക്ക് ഇങ്ങനെ ഒരു ദിവസം വരുമാനം കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും നമുക്ക് ഈ ബിസിനസ്സിൽ നമുക്ക് കൂടുതൽ വരുമാനം എടുക്കാൻ നമ്മൾ എന്ത് ചെയ്യും, ശ്രമിക്കും. അങ്ങനെ ശ്രമിക്കുന്ന ഓരോ വ്യക്തികൾക്കും നമുക്കിവിടെ അടുത്തൊരു റാങ്കിലേക്ക് പോകാനുള്ള ഓപ്ഷൻ ഉണ്ട്, സെയിൽസ് ഹെഡ് എന്ന് പറയുന്ന ഒരു റാങ്കിലേക്ക്. ഇതിനു വേണ്ടി നമ്മൾ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട, കാരണം നമ്മൾ എന്താണെങ്കിലും നമുക്ക് ഈ ബിസിനസ്സിലേക്ക് കൂടുതൽ ആളുകളെ കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ഫാമിലികളുമായിട്ട് ബന്ധമുണ്ട്, ഒരുപാട് പരിചയക്കാർ സുഹൃത്തുക്കളൊക്കെ ഉള്ള ആൾക്കാരാണ്. അതുപോലെ നമുക്ക് ഫാമിലി പ്രൊഡക്റ്റുകൾ കൊടുക്കുമ്പോൾ നമുക്ക് ഒരു 7500 പോയിന്റ് ആണ് നമുക്ക് ആ ഫാമിലി പ്രൊഡക്റ്റ് കൊടുക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന വരുമാനം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിന്റെ PV എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ നേരിട്ട് ഡയറക്റ്റ് ആയിട്ട് 3 പേരെ A ടീമിലും B ടീമിലും നമ്മൾ പ്രൊമോട്ട് ചെയ്ത് കഴിയുമ്പോൾ അതിലൂടെ ഒരു 30 എൻട്രികളും നമ്മുടെ ടീമിലൂടെ നടന്നു കഴിഞ്ഞാൽ നമുക്ക് അതോടൊപ്പം ആ ടീമിലൂടെ മന്ത്ലി നമുക്ക് 2 ലക്ഷം രൂപയോളം നമുക്ക് അതർ പ്രൊഡക്റ്റുകൾ റീപർച്ചേസിംഗിലൂടെ ഒക്കെ നടക്കുന്ന ആ ഒരു കാറ്റഗറിയിലേക്ക് നമ്മൾ ഓട്ടോമാറ്റിക്കലി മാറ്റപ്പെടും. ഇത് നമ്മൾ ഇതിനു വേണ്ടി ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ പോലും ഓട്ടോമാറ്റിക്കലി നമ്മൾ ഈ ബിസിനസ്സിനെ കണക്ട് ചെയ്താൽ നമ്മൾ സെയിൽസ് ഹെഡ് എന്ന് പറയുന്ന റാങ്കിലേക്ക് കുറഞ്ഞ ഏതാനും മാസങ്ങൾക്കുള്ളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എത്താൻ പറ്റും. അങ്ങനെ നമ്മൾ എത്തുമ്പോൾ നമ്മുടെ ഒരു ദിവസത്തെ വരുമാനം എന്ന് പറയുന്നത് അളവ് കൂടും. കാരണം 2 സെയിൽ നടന്നാൽ നമുക്ക് 1000 രൂപ കിട്ടുന്നിടത്ത് 1000 രൂപയാണ് തന്നെയാണ്. പക്ഷെ അത് 4 സെയിൽ കടന്നാൽ അത് 3000 കിട്ടുന്നിടത്ത് 4000 രൂപ കിട്ടും. 8 സെയിലാണെങ്കിൽ 5000 കിട്ടുന്നിടത്ത് 6000വും 10 സെയിലിന് 7000 കിട്ടുന്നിടത്ത് 9000 രൂപയും കിട്ടും. മാത്രമല്ല നമ്മുടെ ഒരു ദിവസത്തെ ഒരു ക്യാപ്പിംഗ് എന്ന് പറയുന്നത്, ഒരു ദിവസത്തെ ഒരു കട്ട് ഓഫിലെ ക്യാപ്പിംഗ് എന്ന് പറയുന്നത് 5000 രൂപ എന്ന് പറയുന്നത് 7500 രൂപയ്ക്ക് മാറ്റപ്പെടും. അഥവാ 7500 പ്ലസ് 9000 എന്ന് പറയുന്നത് 16500 രൂപ എന്ത് കിട്ടും, നമുക്ക് ഒരു കട്ട് ഓഫിലൂടെ കിട്ടും. അതായത് മാച്ചിങ് ബോണസ് 7500ഉം പെർഫോമൻസ് ബോണസ് എന്ന് പറയുന്നത് 9000 കൊടുക്കുമ്പോൾ നമുക്ക് 16500 ഒരു കട്ട് ഓഫിൽ കിട്ടിയാൽ 2 കട്ട് ഓഫിലൂടെ 33000 രൂപ എന്ത് ചെയ്യും, നമുക്ക് വരുമാനമായിട്ട് കിട്ടും. ഇങ്ങനെ നമുക്ക് അഡീഷണൽ ഒരു ബെനിഫിറ്റ് കൂടെ ഉണ്ട്. ഇങ്ങനെ നമ്മുടെ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ബിസിനസ് കൂടുമ്പോൾ നമുക്ക് ചിലപ്പോൾ എന്ത് ചെയ്യാം, കൂടുതൽ ആളുകൾ സെയിൽ എടുക്കുന്ന സമയത്ത് കൂടുതൽ പോയിന്റുകൾ എന്ത് ചെയ്യും, നമ്മുടെ ടീമിൽ വരും. നമ്മൾ സങ്കടപ്പെടണ്ട. മറ്റുള്ളിടത്ത് നമ്മൾ ഇതുപോലെ ഉള്ള ബിസിനസ്സുകളിൽ പല ആളുകളും സങ്കടപ്പെടുമ്പോൾ മണിരായിലുള്ള ഒരാളുകളും എന്ത് ചെയ്യണ്ട, സങ്കടപ്പെടണ്ട. കാരണം അതിന് ആഴ്ചയിൽ എന്ത് ചെയ്യും, വീണ്ടും, അതായത് നമുക്ക് കൂടുതൽ വരുന്ന PVകൾ ഉണ്ടാവും. അങ്ങനെ ചില ആളുകളുടെ 1 സൈഡ് PV ഒരുപാട് കൂടുതൽ വന്നേക്കാം. ഇങ്ങനെയൊക്കെ വരുന്ന PVകൾ എന്ത് ചെയ്യും, ആഴ്ചയിൽ കൂട്ടിയിട്ട് നമുക്ക് 30000 പോയിന്റ് വരുന്ന സമയത്ത് നമുക്ക് അതിന്റെ 10% 3000 രൂപ അഡീഷണൽ വീക്കിലി ബോണസ്. ഇതിന് നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്, മാച്ചിങ് ബോണസ് കിട്ടിയിട്ടുണ്ട്, പ്രൊമോഷൻ ബോണസ് കിട്ടിയിട്ടുണ്ട്, പെർഫോമൻസ് ബോണസ് കിട്ടിയിട്ടുണ്ട്, ഡെയിലി ഉള്ള പെർഫോമൻസ് ബോണസ് കിട്ടിയിട്ടുണ്ട്. അതിന്റെ നമുക്ക് ഒരു പ്രാവശ്യം വരുമാനം തന്ന ആ PVകളെ വീണ്ടും ആഴ്ചയിൽ കൂട്ടിയിട്ട് നമ്മുടെ കമ്പനി വീണ്ടും നമുക്ക് ഒരു വരുമാനം കൂടെ തരുന്നു. ഇത് വീക്കിലി ബോണസ് എന്നാണ്. നമുക്ക് മറ്റുള്ള എല്ലാ വരുമാനവും നമുക്ക് ചെലവാക്കിയാലും വീക്കിലി ബോണസ് എന്ന് പറയുന്നത് നമ്മളെ സേവിങ് ആയിട്ട് നമുക്ക് മാറ്റാൻ പറ്റും. കാരണം അത് 30000 ആണെങ്കിൽ 3000 രൂപയും, അത് 70000 നമ്മുടെ ആഴ്ചയിൽ, അതായത് തിങ്കൾ മുതൽ ഞായർ വരെയുള്ള കട്ട് ഓഫിൽ 70000 സെയിൽ എന്ന് പറയുന്നത് അത് 7500 രൂപയുടെ 10 സെയിലേ ഉള്ളൂ. ഒരാഴ്ചയിൽ 10 സെയിൽ നമ്മുടെ ടീമിലൂടെ നടന്നാൽ പോലും നമുക്ക് 8400 രൂപ അഡീഷണൽ കിട്ടും. ഇങ്ങനെ 1,75,000 1,75,000 PVകൾ മാച്ചായാൽ നമുക്ക് 26,250 രൂപയും, 3.5 ലക്ഷം മാച്ചായാൽ
63,000 രൂപയും 7 ലക്ഷം PV ആണെങ്കിൽ 1,40,000 രൂപയും നമുക്ക് വരുമാനമായിട്ട് എന്ത് ചെയ്യും, ആഴ്ചയിൽ അഡീഷണൽ വീണ്ടും കിട്ടും. ഓക്കെ, ഇങ്ങനെ നമ്മുടെ ഒരു മാസത്തെ വരുമാനം എന്ന് പറയുന്നത് നമ്മുടെ മോർണിംഗ് കട്ട് ഓഫിലൂടെ 16,500 33,000 ഒരു ദിവസം കിട്ടിയാൽ വീക്കിലി ബോണസ് എന്ന് പറയുന്നത് നമുക്ക് ഒരാഴ്ചയിൽ 1,40,000 ആണെങ്കിൽ അതിന് 7 ദിവസമാണ് അല്ലേ നമുക്ക്, അങ്ങനെ 20,000 രൂപ നമുക്കത് കിട്ടും. അങ്ങനെ നമുക്ക് 53,000 രൂപ എന്ത് കിട്ടും, നമുക്ക് ഒരു ദിവസത്തെ ഇൻകം നമുക്ക് വാങ്ങാൻ പറ്റും. ഇങ്ങനെ നമുക്ക് ഒരു മാസത്തെ വരുമാനം കാൽക്കുലേറ്റ് ചെയ്താൽ 15,90,000 നമുക്ക് വരുമാനമായിട്ട് കിട്ടും. ഇത് കിട്ടുമെന്ന് പറയുമ്പോൾ പല ആളുകൾക്ക് എന്താണ്, ഇതൊക്കെ നടക്കും. പക്ഷെ ഇന്ന് സുഹൃത്തുക്കളെ, നമ്മുടെ ടീമിൽ ഇതൊക്കെ വാങ്ങുന്ന ആളുകളൊക്കെ ഉണ്ട്. ഇതിൽ പല വരുമാനങ്ങളും എന്റെ അക്കൗണ്ടിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഡെയിലി വരുന്നുണ്ട്. ഇങ്ങനെ ഒരു മാസം നമുക്ക് ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് എത്തപ്പെടാൻ നമുക്ക് വേണ്ടുന്ന ആ ഒരു കാറ്റഗറിയാണ്, അല്ലെങ്കിൽ അതിന് വേണ്ടുന്ന ഒരു കാര്യം എന്ന് പറയുന്നതാണ് നമ്മുടെ ടീം എന്ന് പറയുന്നത്. നമ്മുടെ ടീമാണ് നമ്മളെ എവിടേക്ക് എത്തിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അത് നേടിയെടുക്കാൻ നമുക്ക് ഓരോ സമയത്തും നമുക്ക് കമ്പനി എന്ത് ചെയ്യുന്നുണ്ട്, റാങ്കുകൾ നൽകി നമ്മൾ ആദരിക്കുന്നുണ്ടാവും. 25,000 രൂപ വരുമ്പോൾ നമ്മുടെ കൂടെ ഒരു ചെറിയൊരു ടീം ആവും അല്ലെ. ആ ടീമിൽ സ്റ്റാർ എന്ന് പറയുന്ന റാങ്ക് ആയിട്ട് നമ്മൾ മാറിയിട്ടുണ്ടാവും. ഓക്കെ, നമ്മുടെ ടീമിൽ 2 സ്റ്റാറുകാർ വന്നാലോ, അതായത് 25,000 രൂപ വാങ്ങുന്ന 2 വ്യക്തികൾ നമ്മുടെ ടീമിലേക്ക് വന്നാൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി റൂബി എന്ന് പറയുന്ന റാങ്കിലേക്ക് പോകും. ഇങ്ങനെ നമ്മുടെ ടീമിൽ ആളുകളുടെ എണ്ണം കൂടുകയും ആളുകൾ റാങ്കുകളിലേക്ക് മാറുകയും ചെയ്താൽ നമ്മുടെ റാങ്കിന്റെ അളവ് എന്ത് ചെയ്യും, കൂടിക്കൊണ്ടിരിക്കും. അതായത് കൂടെ വരുന്ന ആൾക്കാരെ ഹെൽപ്പ് ചെയ്തുകൊണ്ട് അവരെ രക്ഷപ്പെടുത്തിക്കൊണ്ട് അവരുടെ അക്കൗണ്ടിലേക്ക് വരുമാനം വാങ്ങിക്കൊടുത്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ കോടിക്കണക്കിന് രൂപ നമുക്ക് സമ്പാദിക്കാൻ പറ്റും. ഇതിന് സുഹൃത്തുക്കൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം, ഞാൻ ആദ്യം കാണിച്ച പാക്കുകളിൽ ഏതെങ്കിലും ഒരു പാക്ക് എടുത്തിട്ട് ഈ ഒരു ബിസിനസ് അവസരത്തെ സ്വീകരിക്കുക എന്നുള്ളത് മാത്രമാണ്. അങ്ങനെ നമ്മുടെ ഏറ്റവും വലിയ അവാർഡാണ് ക്രൗൺ അംബാസഡർ എന്ന് പറയുന്ന ആ റാങ്കിലേക്ക് എത്തുക എന്നുള്ളത്. ഇന്ന് ഇവിടെ ഡയമണ്ടും ഡബിൾ ഡയമണ്ടും ഒക്കെ എത്തിയ ആളുകൾ നമ്മുടെ കൂടെ ഇന്നുണ്ട്. അവരെ നമുക്ക് സേവർജീനും റാഫിക്കൊക്കെ ഏകദേശം ഡബിൾ ഡയമണ്ട് കിടന്ന് ട്രിപ്പിൾ ഡയമണ്ടിലേക്ക് അവർ ഉടനെ തന്നെ എന്ത് ചെയ്യും, എത്തപ്പെടും. നമ്മുടെ കൺമുന്നിലാണ് അവരുടെ വളർച്ച എന്ന് പറയുന്നത്. അവർ വളർന്നുണ്ടെങ്കിൽ അത് നമുക്കും എന്ത് ചെയ്യും, അതേ അവസരം തന്നെയാണ് നമുക്കും കിട്ടിയിരിക്കുന്നത്. ഇന്ന് JP സാറും LP അതുപോലെ RK സാറും ഒക്കെ ഡയമണ്ടിൽ നിൽക്കുന്നു. ഞാൻ ഏകദേശം എമറാൾഡ് കഴിഞ്ഞ് സഫയറിലേക്ക് ഞാൻ എത്തുന്നു. അങ്ങനെ ഓരോ ആളുകളും ഇന്ന് ഇവിടെ ഓരോ അച്ചീവ്മെന്റുകൾ നേടുമ്പോൾ അതിനെ നമുക്ക് ആദരിക്കാനും അംഗീകരിക്കാനും നമ്മുടെ കമ്പനി തയ്യാറാക്കിയേക്കുന്ന ഒരു അംഗീകാരത്തിന്റെ ഒരു പാനലാണ് നിങ്ങൾ ഇപ്പോൾ കാണുന്ന സ്റ്റാർ റാങ്ക്, റൂബി, പേള്, എമറാൾഡ്, സഫയർ, ഡയമണ്ട്, ഡബിൾ ഡയമണ്ട്, ട്രിപ്പിൾ ഡയമണ്ട്. അങ്ങനെ ഓരോ വരുമാനങ്ങൾ വാങ്ങുമ്പോൾ നമ്മുടെ കമ്പനി എന്ത് ചെയ്യുന്നുണ്ടാവും, നമുക്ക് ഈ ആദരവൊക്കെ തരുന്നുണ്ടാവും. ഓക്കെ, ഇനി ആണ് നമ്മുടെ ടീമിന്റെ റീപർച്ചേസ്. നമ്മുടെ ആളുകൾ എന്ത് ചെയ്യും, നമ്മുടെ ടീമിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ, പരിചയക്കാരിലൂടെ ഇന്ന് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ആളുകൾക്ക് അവർക്ക് വരുമാനം കിട്ടുന്നുണ്ട്. ഒന്ന് ചിന്തിച്ചു നോക്കുക. നമുക്ക് വരുമാനം തരുന്ന, ഇത്രയും വരുമാനം തരുന്ന ഒരു കമ്പനി, ആ കമ്പനിയുടെ ഉൽപ്പന്നങ്ങൾ മെച്ചപ്പെട്ടതാണെന്നുണ്ടെങ്കിൽ ഈ വരുമാനം തരുന്ന കമ്പനിയിൽ നിന്ന് നമ്മൾ വാങ്ങുമോ അതോ മറ്റൊരു സ്ഥലത്ത് പോയി വാങ്ങുമോ? ഉറപ്പായിട്ട് നമ്മൾ നമ്മുടെ കമ്പനിയിൽ നിന്ന് വാങ്ങുള്ളൂ അല്ലെ. അങ്ങനെ നമ്മൾ ഇന്ന് ഇത്രയും വർഷങ്ങളായിട്ട് അല്ലെങ്കിൽ നമ്മുടെ മുന്നുള്ള തലമുറ ചെയ്തുകൊണ്ടിരുന്ന കാര്യം എന്ന് പറയുന്നത്, പരസ്യങ്ങൾ കാണും, ആളുകൾ പോയി സാധനങ്ങൾ വാങ്ങും. ആ സാധനങ്ങൾ തേച്ചാലോ കുളിച്ചാലോ നമുക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ? ഒരു പ്രയോജനവും ഇല്ല. അത് പറയുമ്പോൾ ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണ്. എൻ്റെ അമ്മാവൻ എന്ന് പറയുന്ന ഒരു വ്യക്തി, അദ്ദേഹം കുമരകത്താണ് അമ്മ വീട്. അദ്ദേഹം എൻ്റെ ഓർമ്മ വെച്ച നാൾ മുതൽ അദ്ദേഹം മരിക്കുന്നിടം വരെയും അല്ലെങ്കിൽ അദ്ദേഹം ഉപയോഗിച്ചിരുന്ന ഒരു ഉൽപ്പന്നം എന്ന് പറയുന്നത്, ഒരു സോപ്പ് എന്ന് പറയുന്നത് പിയേഴ്സ് എന്ന് പറയുന്ന ഒരു സോപ്പാണ്. ആ പിയേഴ്സ് കമ്പനിക്കാരൻ അദ്ദേഹത്തെ ഇതുവരെ ഇങ്ങനെ ഒരു വ്യക്തി കുമരകത്ത് ജീവിച്ചിട്ടുണ്ടെന്ന് എന്ത് ചെയ്യില്ല, ഒരു കമ്പനിക്കാരനും അറിയില്ല. ഒരു രൂപയുടെ ഒരു ഉൽപ്പന്നം പോലും അദ്ദേഹത്തിന് ആരും എന്ത് ചെയ്തിട്ടില്ല. ഇത്ര നാൾ നീ ഉപയോഗിച്ചല്ലേ, എന്നാ ഒന്ന് ഉപയോഗിച്ചോളാൻ പറഞ്ഞ് കൊടുത്തിട്ടില്ല. പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, നിങ്ങൾ 2,500 രൂപയ്ക്ക് വാങ്ങിയാൽ കമ്പനി നമുക്ക് എന്ത് ചെയ്യും, 3 മാസം കഴിഞ്ഞാൽ 2,500 രൂപയുടെ പ്രൊഡക്റ്റ് ഫ്രീ ആയിട്ട് തരും. അപ്പം ഇവിടുന്ന് വാങ്ങണോ വേറെ കടയിൽ പോയി വാങ്ങണോ? ഇന്ന് നമ്മളെല്ലാവരും ഇതൊന്നും ചെയ്യുന്നില്ലെങ്കിലും, ഈ ബിസിനസ് ഒന്നും ചെയ്യുന്നില്ലെങ്കിലും ഇന്ന് പല ബിസിനസ്സുകളെയും സഹായിക്കുന്നുണ്ട്. അത് പേസ്റ്റ് ആയിട്ടും നമ്മൾ ഉറങ്ങി എണീറ്റ് നേരം മുതൽ നമ്മൾ അന്ത്യാവുന്നിടം കടക്കുന്നിടം വരെ, അതെങ്കിൽ നമ്മൾ കടന്നുറങ്ങുന്നിടം വരെയും മറ്റുള്ള പല കമ്പനികളെയും സഹായിച്ചുകൊണ്ടാണ് നമ്മൾ മുന്നിലേക്ക് പോകുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ റീപർച്ചേസ് എന്ന് പറയുന്ന കാറ്റഗറിയിലേക്ക് നമ്മുടെ ആളുകളും നമ്മുടെ ബന്ധുക്കളും നമ്മുടെ സുഹൃത്തുക്കളും ഒക്കെ ഈ പ്രൊഡക്റ്റുകൾ വാങ്ങി ഉപയോഗിച്ചാൽ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ് ആണ് അടുത്തത്.
നമ്മുടെ ടീം എന്ന് പറയുന്നത് ടീം 1 എന്ന് പറയുന്ന ടീം 2 എന്ന് പറയുന്ന ഈ 2 ടീമിലൂടെ അൺലിമിറ്റഡ് ഡെപ്തിലേക്ക്, അതായത് നമ്മുടെ ടീമിൽ 500 പേരുണ്ടെന്ന് വെക്കുക, ഒരു ടീമിൽ ഒരു 1000 പേരുണ്ടെന്ന് വെക്കുക. 1000 എന്ന് പറയുന്ന 1001 ഒരാൾ വന്നിട്ട് അവിടെ ഒരു പ്രൊഡക്റ്റ് വാങ്ങിയാലും, ഇവിടെ 500 എന്ന് പറയുന്ന ഒരാൾ 500ാമത് നിൽക്കുന്ന ഒരാൾ ഒരു പ്രൊഡക്റ്റ് വാങ്ങിയാലും നമുക്ക് ഇവിടെ എന്ത് കിട്ടും? വരുമാനം കിട്ടും. കാരണം അൺലിമിറ്റഡ് ഡെപ്തിൽ എത്ര ബിസിനസ് വോളിയം നടക്കുന്നോ ആ ബിസിനസ് വോളിയത്തിന്റെ വരുമാനം നമുക്ക് എന്ത് കിട്ടും? നമുക്ക് റീപർച്ചേസിന്റെ ബോണസ് ആയിട്ട് നമുക്ക് ലഭിക്കും. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇത് നമുക്ക് തരാൻ വേണ്ടി കമ്പനി ഒരു 3 അതായത് ഒരു 4 വില, അതായത് MRP എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഉണ്ട്. ഒരു കാരണവശാലും നമ്മൾ എന്ത് ചെയ്യണ്ട? MRP ഇവിടെ കൊടുക്കണ്ട. ഹെർബൽ കേസർ ഹൽദി ചന്ദൻ സോപ്പ് എന്ന് പറയുന്ന ഒരു സോപ്പാണിത്. ഇത് നമ്മുടെ 2 സോപ്പാണ് നമുക്കുള്ളത്. 2 സോപ്പും ഗവൺമെന്റ് സർട്ടിഫൈഡ് സോപ്പാണ്. ആ ഒരു സോപ്പ് ഉപയോഗിച്ചിട്ടുള്ള ഓരോ വ്യക്തികൾക്കും അതിന്റെ ഗുണം എത്രത്തോളം ഉണ്ടെന്ന് എന്ത് ചെയ്യും? കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും. ആ ഒരു ഉൽപ്പന്നം വാങ്ങി ഉപയോഗിച്ച ഒരു വ്യക്തിയും ഒരു കാരണവശാലും കമ്പനിയുടെ ഈ ഒരു ഉൽപ്പന്നം പിന്നീട് വാങ്ങാതിരിക്കൂല. കാരണം ഇത് കമ്പൽസറി അവരെന്ത് ചെയ്യും? വാങ്ങിയിട്ടുണ്ടാവും. കാരണം അത്ര ക്വാളിറ്റി നമ്മുടെ എല്ലാ പ്രൊഡക്റ്റുകളും, ഒരു പ്രൊഡക്റ്റ് എന്നല്ല, എല്ലാ പ്രൊഡക്റ്റുകളും അങ്ങനെ തന്നെയാണ്. കാരണം ആ MRP 100 രൂപയാണെങ്കിൽ അതിന്റെ PP പ്രൈസ് എന്ന് പറയുന്നത് 80 രൂപയാണ്. ഇതിന് ഒരു സെയിൽസ് വോളിയം ഉണ്ടാകും, ഒരു ബിസിനസ് വോളിയം ഉണ്ടാകും. ബിസിനസ് വോളിയത്തിന് നമുക്ക് ബൈനറി മാച്ചിങ് ആണ്. ബൈനറി മാച്ചിങ് എന്ന് പറയുന്നത് നമ്മുടെ 2 ടീമിലൂടെ നടക്കുന്ന സെയിലുകൾ തമ്മിൽ മാച്ച് ചെയ്യുമ്പോഴാണ് നമുക്ക് വരുമാനം ലഭിക്കുന്നത്. അത് അൺലിമിറ്റഡ് ഡെപ്ത് ആണെന്ന് ഞാൻ എന്ത് ചെയ്തു? പറഞ്ഞു കഴിഞ്ഞു. ഇങ്ങനെ നമ്മുടെ A ടീമിൽ എന്ത് ചെയ്യാം? കുറെ ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട്? നമുക്ക് വന്നിട്ടുണ്ട്. അതിനകത്ത് ഞാനൊരു ചെറിയൊരു കണക്കാണ് വെച്ചിരിക്കുന്നത്. ഇന്ന് ഞാൻ എൻ്റെ ടീമിലേക്ക് ഏകദേശം ഒരുപാട് ആളുകൾ ഇന്ന് ഈ പ്രൊഡക്റ്റുകൾ വാങ്ങി ഉപയോഗിക്കുന്ന ആളുകൾ നമ്മുടെ ടീമിലുണ്ട്. ഇതിലൂടെ നമുക്ക് കൃത്യമായിട്ട് വരുമാനവും നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ നിങ്ങളെന്ന് പറയുന്ന ഒരു വ്യക്തി, ആ വ്യക്തിയുടെ A ടീമിലും B ടീമിലുമായിട്ട് ഒരു 10 പേരെ നിങ്ങൾ ഈ ഒരു ബിസിനസ് അവസരത്തിലേക്ക് അല്ലെങ്കിൽ ഈ പ്രൊഡക്റ്റുകൾ വാങ്ങുന്ന ആളുകളായിട്ട് നിങ്ങൾ ക്രിയേറ്റ് ചെയ്താൽ ഈ 10 പേർക്കും അവരുടേതായ ബന്ധുക്കളും അവരുടേതായ സുഹൃത്തുക്കളും ഒക്കെ ഉണ്ടാവും. അങ്ങനെ 10നെ നമുക്ക് 1000 ആക്കാം, 1000നെ 10000 ആക്കാം, 10000നെ 1 ലക്ഷം ആക്കാം. ഇത് അവനവന്റെ കപ്പാസിറ്റി പോലെയാണ്. അതിന് നിങ്ങൾ മാത്രമല്ല, നമ്മൾ ഒരാൾ മാത്രമല്ല അത് വിചാരിക്കേണ്ടത്. അതിനാണ് നമുക്ക് SIT എന്ന് പറയുന്ന പവർഫുൾ ആയിട്ടുള്ള നമ്മുടെ ഓർഗനൈസേഷൻ നമുക്ക് ചുക്കം പിടിക്കുന്നത്. കാരണം ഈ ഒരു ബിസിനസ് അവസരത്തെ എങ്ങനെ നമുക്ക് ചെയ്യണം, അതിനുവേണ്ട എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ട്രെയിനിങ് തരേണ്ടത്, ഇങ്ങനെ വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. അങ്ങനെ നമ്മൾ ഈ ബിസിനസ് അവസരത്തെ കുറിച്ച് പഠിക്കാനും മനസ്സിലാക്കാനും ശ്രമിക്കും തോറും നമ്മുടെ ഈ ആളുകളുടെ എണ്ണം എന്ത് ചെയ്യും? ഓട്ടോമാറ്റിക്കലി നമ്മുടെ 2 ടീമിലും ആളുകളുടെ എണ്ണം കൂടും. ഇങ്ങനെ ആളുകളുടെ എണ്ണം കൂടുമ്പോൾ ഇതൊരു ചെറിയ കണക്ക് മാത്രമാണ്. ഒരു 1000 പേര് A ടീമിലും ഉണ്ട്, 1000 പേര് B ടീമിലും ഉണ്ടെന്ന് വെക്കുക. നമ്മുടെ ഒരു 5 or 6 പ്രൊഡക്റ്റ് വാങ്ങിയാൽ നമുക്ക് ഏകദേശം 500 പോയിന്റ് ലാഭം വരാൻ പറ്റാവുന്ന ഉൽപ്പന്നങ്ങളുണ്ട്. അത് ഇതിന്റെ ഓരോ ബിസിനസ് ക്ലാസ്സുകൾ നമുക്ക് പഠിക്കുമ്പോൾ അത് വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. അങ്ങനെ നമ്മുടെ ഒരു 1000 പോയിന്റുകൾ വരുന്ന, അല്ലെ 1000 പേര് ഒരു 500 രൂപ ലാഭം വരുന്ന പോയിന്റുകൾ മാച്ച് ചെയ്താൽ, അതായത് 1000 പേര് ഇവിടെ 500 രൂപ ലാഭം വരുന്ന പ്രൊഡക്റ്റ് മേടിച്ചു, 1000 പേര് ഈ ടീമിലും 500 രൂപ ലാഭം വരുന്ന പ്രൊഡക്റ്റുകൾ മേടിച്ചു, നമുക്ക് 5 ലക്ഷം രൂപ നമുക്ക് എന്ത് കിട്ടും? വരുമാനമായിട്ട് കിട്ടും. അങ്ങനെ നമ്മൾ ഒരാഴ്ചയിലെ ക്യാപ്പിംഗ് എന്ന് പറയുന്നത് 7.5 ലക്ഷമാണ്. ആലോചിച്ച് നോക്കുക സുഹൃത്തുക്കളെ, 4 ആഴ്ചയുണ്ട്, ഒരു മാസം നമുക്ക് 30 ലക്ഷം രൂപ എന്ത് ചെയ്യാൻ പറ്റും? ഈ രീതിയിൽ വരുമാനം ഉണ്ടാക്കാൻ പറ്റും. അപ്പം ഇതിന്റെ ഡെപ്ത് എന്ത് ചെയ്യുക? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. എത്ര നാളുകളായിട്ട്, എത്ര കാലങ്ങളായിട്ട് നമ്മൾ പല കമ്പനികളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പല കമ്പനികളെ ഇന്ന് അവരുടെ പരസ്യങ്ങൾ കണ്ടിട്ട് അല്ലെങ്കിൽ അവരുടെ മോഹന വാഗ്ദാനങ്ങൾ കണ്ടിട്ട് നമ്മൾ സാധനങ്ങൾ വാങ്ങിച്ച് കബളിക്കപ്പെട്ടിട്ടുണ്ട്. ഇവിടെ അതൊന്നുമില്ല. നമ്മൾ വാങ്ങി ഉപയോഗിച്ച ഉൽപ്പന്നം നമ്മൾ എന്ത് ചെയ്യുന്നു? അതിന്റെ ഫീലിംഗ് മനസ്സിലായിട്ട് നമ്മൾ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തുന്നു. വളരെ സുതാര്യമായിട്ടുള്ള ഒരു ബിസിനസ് അവസരം. നമ്മുടെ ഈ പ്രൊഡക്റ്റുകൾ വാങ്ങിച്ച് ഉപയോഗിച്ച ഓരോ വ്യക്തികൾക്കും അതിന്റെ ഗുണങ്ങളെ പറ്റി പറയാനും അല്ലെങ്കിൽ അത് പറഞ്ഞ് കൃത്യമായിട്ട് കൊടുക്കാനും വളരെ സിമ്പിൾ ആയിട്ട് സാധിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മളാൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഈ ടീമിലൂടെ നമുക്ക് ഒരു ദിവസം കൊണ്ടല്ല, ഒരു മാസമല്ല, പല മാസങ്ങളല്ല, നമ്മുടെ ലൈഫ് മുഴുവൻ, നമ്മുടെ ജീവിതകാലം മുഴുവൻ അടുത്ത തലമുറയിലേക്ക് നമുക്ക് ഈ വരുമാനത്തെ എന്ത് ചെയ്യാൻ പറ്റും? കൊണ്ടുപോകാൻ പറ്റും. കാരണം ഇവരൊക്കെ വാങ്ങുന്ന ഉൽപ്പന്നം തീരുന്ന ഉൽപ്പന്നം അവർ വീണ്ടും വാങ്ങും, നമുക്ക് വീണ്ടും എന്ത് ചെയ്യും? പൈസ കിട്ടിക്കൊണ്ടേയിരിക്കും. ഇങ്ങനെ ഇത്ര മഹത്തരമായിട്ടുള്ള ഒരു ബിസിനസ് അവസരത്തിന്റെ കൂടെ നമുക്ക് അടുത്ത ഒരു വരുമാനമാണ് ലെവലിംഗം. ലെവലിംഗ് എന്ന് പറയുന്നത്, ഇതിന് കിട്ടാൻ നമുക്ക് വേറെ ഒന്നും ചെയ്യണ്ട. നമ്മള്
മറ്റുള്ള പല കമ്പനികളും ഞാൻ പരിചയപ്പെട്ടു. കാരണം ഇങ്ങനെ ഒരു മാർക്കറ്റിംഗ് ഫീൽഡിൽ നിൽക്കുന്ന എല്ലാ വ്യക്തികൾക്കും കൃത്യമായിട്ട് അറിയാം ഇങ്ങനെ ഒരുപാട് കമ്പനികൾ എന്തുണ്ട് ഇന്ന് മാർക്കറ്റിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ കമ്പനികളിലൊക്കെ ഉള്ള ഒരു കാര്യം, അവരുടെ ടീമിലെ ബിസിനസ് കിട്ടണമെങ്കിൽ അവരെന്ത് ചെയ്യണം, എല്ലാ മാസവും റീപർച്ചേസ് ചെയ്യണം. എങ്കിൽ മാത്രമേ അവരുടെ ടീമിലുള്ള ബിസിനസ് കിട്ടത്തുള്ളൂ. പക്ഷെ മണിരായിൽ നമ്മുടെ കമ്പനി നമുക്ക് തരുന്ന ഓഫർ എന്ന് പറയുന്നത് ലൈഫിൽ ഒരൊറ്റ പ്രാവശ്യം 5000 പോയിന്റ് വരുന്ന പ്രൊഡക്റ്റ് എന്ത് ചെയ്താൽ മതി, അത് ഒരു മന്ത് ഒരു സിംഗിൾ കലണ്ടർ, അതായത് 1-ാം തീയതി to 30-ാം തീയതി വരെ പല ഇൻവോയ്സുകളിൽ മേടിച്ചാലും മതി. ഇന്നൊരു 5000 രൂപയ്ക്ക് വാങ്ങി, നാളെ ഒരു 10000 രൂപയ്ക്ക് വാങ്ങി, അല്ലെങ്കിൽ മറ്റന്നാൾ ഒരു 5000 രൂപയ്ക്ക് വാങ്ങി, ഇങ്ങനെ പല ബില്ലുകളിലായിട്ട് ഒരു 5000 BV വരുന്ന പ്രൊഡക്റ്റ്. BV എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. അതായത് ഓരോ പ്രൊഡക്റ്റുകൾക്ക് MRP, അതിന്റെ PP പ്രൈസ് ഉണ്ടാവും. അതിന്റെ MRP കൊടുക്കേണ്ട 20% കുറവായിരിക്കും. അതിനൊരു സെയിൽസ് വോളിയം ഉണ്ടാവും, ഒരു ബിസിനസ് വോളിയം ഉണ്ടാവും. ഈ ബിസിനസ് വോളിയം കൂട്ടിക്കഴിയുമ്പോൾ 5000 രൂപ വരുന്ന ബിസിനസ് വോളിയം നമുക്ക് നടന്നാൽ, ആ ഒരു മന്ത്, ഒരു കലണ്ടർ മന്തിൽ നടന്നാൽ നമ്മൾ എന്തിലേക്ക് പോകും, ഈ ലെവൽ ഇൻകത്തിലേക്ക് പോകും. അതായത് നമ്മുടെ 1000 ആൾക്കാർ വരുമ്പോൾ അവരുടെ ബിസിനസ് വോളിയം കിട്ടുന്നതിനോടൊപ്പം നമ്മൾ നേരിട്ട് കൊണ്ടുവരുന്ന ഒരു 10 പേരാണെങ്കിൽ ഈ 10 പേര് നമ്മുടെ ഫസ്റ്റ് ലെവലായിരിക്കും. അങ്ങനെ നമുക്ക് സെക്കൻഡ് ലെവലുണ്ട്, തേർഡ് ലെവലുണ്ട്. അതായത് ഫസ്റ്റ് ലെവൽ വരുന്ന എത്ര ആളുകളെ കൊണ്ടുവരുന്നോ അത് നമ്മുടെ രണ്ടാമത്തെ ലെവലാണ്. ഈ രണ്ടാമത്തെ ലെവലിലുള്ള ആളുകൾ ഇനി എത്ര ആളുകളെ കൊണ്ടുവന്നാലും അവരുടെ ഫസ്റ്റ് ലെവലും നമ്മുടെ മൂന്നാമത്തെ ലെവലും ആയിരിക്കും. ഈ മൂന്നാമത്തെ ലെവലിലുള്ള ആളുകൾ എത്ര ആളുകളെ അടുത്ത ലെവലിലേക്ക് കൊണ്ടുവന്നാൽ അത് അവരുടെ 1ാമത്തെ ലെവലായിരിക്കും, നമ്മുടെ 4ാമത്തെ ലെവലായിരിക്കും. ഇങ്ങനെ നമുക്ക് 9 ലെവൽ വരെ നമുക്ക് വരുമാനമുണ്ട്. ഇത് 1ാമത്തെ ലെവൽ തൊട്ട് 9ാമത്തെ ലെവൽ വരെ കണക്കാക്കിയാൽ ഏകദേശം ഒരു 100% നമ്മുടെ അക്കൗണ്ടിലേക്ക് തന്നെ SVയുടെ വോളിയം എന്ത് ചെയ്യും, നമുക്ക് കിട്ടും. നോട്ട് കണ്ടീഷൻ, ഡിസിഷൻ ഷേപ്പ് യുവർ ഡെസ്റ്റിനി. ഞാൻ കമ്പനിയിൽ നിന്ന് കിട്ടുന്ന വരുമാനങ്ങളെല്ലാം എന്ത് ചെയ്തിട്ടുണ്ട്, വളരെ വ്യക്തമായിട്ട് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് എന്നെ കേട്ട ഓരോ വ്യക്തികളും, ഇതിലേക്ക് വന്നിട്ടുള്ള പുതിയ വ്യക്തികൾ ഇന്ന് അവരുടെ ലൈഫിൽ നല്ലൊരു തീരുമാനം എടുക്കുക. കാരണം ഇതിനകത്ത് എന്തെങ്കിലും ക്ലാരിറ്റി നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക്, ഈ ബിസിനസ്സിലേക്ക് നിങ്ങളെ ആരാണോ കണക്ട് ചെയ്ത് അവരുമായിട്ട് കൂടുതൽ കാര്യങ്ങൾക്ക്, സംശയങ്ങൾക്ക് നിവാരണം വരുത്താം. കാരണം നമുക്ക് ഇനിയും വേണമെങ്കിൽ ഇന്ന് നമ്മൾ ജീവിച്ചതുപോലെ ആ ചുറ്റുപാടുകളും ആ പ്രയാസങ്ങളും ആ ബുദ്ധിമുട്ടുകളുമായിട്ട് എന്ത് ചെയ്യാം, ആ പഴയപടി ആ പാതയിലൂടെ നമുക്ക് പോകാം. അതല്ലെങ്കിൽ സുസ്ഥിരമായ ഒരു ഭാവിക്ക് വേണ്ടി നല്ലൊരു വഴിയിലേക്ക്, അല്ലെങ്കിൽ ആ ഒരു ഈ ടേണിംഗ് പോയിന്റിൽ നിങ്ങൾ മണിരായ ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, മണിരായ നമുക്ക് നമ്മുടെ ലൈഫ് മണിരായ്ക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും മണിരായ നമ്മുടെ ലൈഫ് സേവ് ചെയ്യുന്നുണ്ടാവും. അങ്ങനെ നമ്മുടെ വരും വർഷങ്ങൾ അല്ലെങ്കിൽ വരുന്ന ഓരോ ദിവസങ്ങളും നമ്മുടെ ലൈഫിൽ വലിയ ഒരു അച്ചീവ്മെന്റിലേക്കും വലിയ ഒരു അംഗീകാരങ്ങളിലേക്കും നമ്മുടെ എന്തൊക്കെ സ്വപ്നങ്ങൾ കണ്ടോ അതെല്ലാം നേടിയെടുക്കാൻ പറ്റാവുന്ന ഒരു വലിയ ബിസിനസ് ഓപ്പർച്യൂണിറ്റിയിലേക്ക് നിങ്ങളെ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. താങ്ക് യു.